ആദരണീയരായ സുഹൃത്തുക്കളെ, ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ എല്ലാവരെയും ഹൃദയപൂർവ്വം ആദ്യമേ അഭിവാദ്യം ചെയ്യുന്നു. കലയും സാംസ്കാരിക ചരിത്രവും എന്ന വിഷയത്തെ മുൻനിർത്തി വ്യത്യസ്ത കലാ ആവിഷ്കാരങ്ങളെ ഒരു മാനദണ്ഡമാക്കിക്കൊണ്ട് കലയുടെ ചരിത്രപരമെന്ന് പറയാവുന്ന ഉള്ളടക്കത്തെക്കുറിച്ച് ചില ആലോചനകൾ നടത്താനാണ് ഇനിയുള്ള 5 ദിവസങ്ങളിൽ ഞാൻ മുഖ്യമായിട്ടും ശ്രമിക്കുന്നത്. ഇത് മഹാഭാരത പ്രഭാഷണങ്ങളിലോ മറ്റ് പ്രഭാഷണങ്ങളിലോ ഉള്ളതുപോലെ ഉള്ള ഒരു വിഷയസമീപന രീതിയല്ല എന്ന കാര്യം തുടക്കത്തിലേ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മറിച്ച് കല എങ്ങനെയാണ് ചരിത്രപരമായ ഒരു വസ്തുവായി മാറുന്നത് എന്നതിനെ കുറച്ച് സൂക്ഷ്മമായി അടുത്തു നിന്ന് നോക്കാനാണ് ഇതിൽ ശ്രമിക്കുന്നത്. അത് മലയാള ചലച്ചിത്ര ഗാനശാഖ, അതിൽ യേശുദാസ് എന്ന വലിയ ഗായകൻ്റെ സവിശേഷമായ പങ്ക്, ഭരതനാട്യവും ഇന്ത്യൻ ദേശീയതയും തമ്മിലുള്ള ബന്ധം, ത്യാഗരാജ സംഗീതവും ആധുനികമായ വ്യക്തിബോധവും തമ്മിലുള്ള വിനിമയങ്ങൾ, അതുപോലെ രാജാ രവിവർമ്മയുടെ ചിത്രകലയുടെ ചില സവിശേഷ സ്വഭാവങ്ങൾ, അതിൻ്റെ ഇരട്ടമുഖം, അതുപോലെ ഒരു ദേശീയമായ ശില്പരൂപം എന്ന നിലയിൽ അവതരിപ്പിക്കപ്പെട്ട 20-ാം നൂറ്റാണ്ടിൽ ആ പദവിയിലേക്ക് എത്തിയ നടരാജ വിഗ്രഹത്തിൻ്റെ സവിശേഷതകൾ, ഇങ്ങനെ 5 പ്രമേയങ്ങളെ 5 ദിവസങ്ങളിലായി പരിശോധിക്കാനാണ് ഞാൻ മുതിരുന്നത്. പ്രാഥമികമായി പറയട്ടെ, ഇതൊരു കലാനിരൂപണം അല്ല. കലയെ സംസ്കാര ചരിത്രത്തിനകത്ത് വച്ച് പരിശോധിക്കാനുള്ള ഒരു ശ്രമമാണ്. സാംസ്കാരിക ചരിത്രം എന്ന് പറയുന്നത് സംസ്കാരമെന്ന് നാം സാധാരണ കരുതിപ്പോരുന്ന ഒരു വിശേഷ വസ്തുവിൻ്റെ ചരിത്രമല്ല. അത് വ്യത്യസ്തമായ ഒരു സമീപനമാണ്. സംസ്കാരമെന്ന് കലയെയോ സാഹിത്യത്തെയോ വിജ്ഞാന രൂപങ്ങളെയോ അല്ലെങ്കിൽ അതുപോലുള്ള ആചാരാനുഷ്ഠാനങ്ങളെയോ ഒക്കെ സംസ്കാരമെന്ന് പരിഗണിച്ച് അതിൻ്റെ ചരിത്രം എഴുതുക എന്നത് ഒരു രീതിയാണ്. അത് സംസ്കാരത്തിൻ്റെ ചരിത്രമാണ്. സാംസ്കാരിക ചരിത്രം എന്നതാകട്ടെ ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു കാര്യമാണ്. സാംസ്കാരികമായി എഴുതപ്പെട്ട ചരിത്രം എന്നാണ് അതിൻ്റെ ഒരു താല്പര്യം. സംസ്കാരം എന്ന വാക്ക് വളരെ കൺഫ്യൂസിംഗ് ആയ ഒരു വാക്കായിട്ടാണ് പലപ്പോഴും നിലനിന്ന് പോന്നിട്ടുള്ളത്. റൈമണ്ട് വില്യംസ് എന്ന് പറയുന്ന വലിയ സാമൂഹ്യ ചിന്തകൻ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ നിഘണ്ടുക്കളിലൊന്നിൽ സംസ്കാരം എന്ന വാക്കിനെക്കുറിച്ച് ചർച്ച ചെയ്ത് തുടങ്ങുമ്പോൾ പറയുന്നത്, ഏറ്റവും കുഴപ്പം പിടിച്ച ഇംഗ്ലീഷ് ഭാഷയിലെ ഏറ്റവും കുഴപ്പം പിടിച്ച വാക്കുകളിലൊന്നാണ് സംസ്കാരം, കൾച്ചർ എന്ന വാക്ക് എന്ന് പറയുന്നുണ്ട്. കാരണം അതിൻ്റെ ഉൽപ്പത്തി പരിണാമങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ പലതരത്തിലുള്ള കുഴമറിച്ചിലുകൾക്ക് കാരണമാണ്. നമ്മുടെ നാട്ടിലും അത് ഒട്ടൊക്കെ ശരിയാണ്. കാരണം ഏതാണ്ട് ഒരു 100 വർഷം മുമ്പ് മലയാളത്തിൽ ആദ്യമായിട്ടുണ്ടായ പ്രാമാണിക നിഘണ്ടു ശബ്ദധാരാവലിയുടെ ആദ്യ പതിപ്പിനെക്കുറിച്ച് പി ഗോവിന്ദപിള്ള ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം, അതിലെ 1-ാം പതിപ്പിൽ സംസ്കാരം എന്ന പദത്തിന് 2 അർത്ഥങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ഷോഡശ സംസ്കാരം എന്ന ബ്രാഹ്മണ സമൂഹത്തിലെ ആളുകളുടെ ദൈനംദിന ജീവിതാചാരങ്ങളുമായി ബന്ധപ്പെട്ട ഷോഡശ സംസ്കാരം എന്നർത്ഥം, 2ാമത്തേത് ശവസംസ്കാരം എന്നർത്ഥം. ഇതല്ലാതെ സംസ്കാരം എന്ന് നാം ഇന്ന് മനസ്സിലാക്കി വരുന്ന അർത്ഥം വാസ്തവത്തിൽ 1920കളുടെ തുടക്കത്തിൽ പോലും ഇല്ല. PG പറഞ്ഞത് ആ നിഘണ്ടു ശ്രീകണ്ഠേശ്വരത്തിൻ്റെ മകൻ പരിഷ്കരിച്ച സമയത്ത് അതിൽ ഈ ഉൾപ്പെടുത്തിയ വിദ്യാഭ്യാസവും മറ്റും കൊണ്ട് മനുഷ്യർക്ക് കൈവരുന്ന മാനസികമായ ഗുണവിശേഷം എന്നൊരർത്ഥം അതിൽ ഉൾപ്പെടുത്തിയിട്ട് സംസ്കാരമെന്ന് നാം ഇന്ന് കരുതി വരുന്നതിനോട് ഈ അർത്ഥത്തെ അടുപ്പിക്കുകയാണ്
ചെയ്തത് എന്ന് PG അതേക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ നിലയിൽ വലിയ ഒരു പരിവർത്തനം. ഇന്ന് സംസ്കാരം എന്ന വാക്ക് കേട്ടാൽ ശവസംസ്കാരമെന്നോ ഷോഡശ സംസ്കാരമെന്നോ ഒന്നും നാം വിദൂരമായി പോലും ആലോചിക്കില്ല. മറിച്ച് സംസ്കാരം എന്ന വാക്ക് കല, സാഹിത്യം, വിജ്ഞാനം, മൂല്യവ്യവസ്ഥ ഇവയെല്ലാം ഉൾപ്പെട്ടതാണ് എന്ന നിലയിലാണ് നാം പൊതുവെ മനസ്സിലാക്കി വരിക. ഞാൻ പറഞ്ഞു വരുന്നത് ഈ വാക്കിൻ്റെ ഒരു അർത്ഥപരിണാമങ്ങളെക്കുറിച്ചാണ്. സംസ്കാര ചരിത്രം എന്ന് പറയുമ്പോൾ സംസ്കാരത്തിൻ്റെ ചരിത്രം എന്ന് മനസ്സിലാക്കുന്നത് ഒരു കാര്യമാണ്, സാംസ്കാരികമായി എഴുതപ്പെട്ട ചരിത്രം എന്ന് മനസ്സിലാക്കുന്നത് വേറൊരു കാര്യമാണ്. സാംസ്കാരികമായി എഴുതപ്പെട്ട ചരിത്രം എന്ന് പറയുമ്പോൾ സംസ്കാരത്തെ ഒരു ജനതയുടെ ആകമാനമുള്ള ജീവിത രീതിയായിട്ട് കാണുക, അതിലെ ഓരോ ഘടകവും ആ കാലഘട്ടത്തിലെ സാമൂഹ്യ മനുഷ്യ ജീവിതത്തിൻ്റെ ഇതര ഘടകങ്ങളുമായി എങ്ങനെയൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാലോചിക്കുക. അതായത് സംസ്കാരത്തെ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ റെയ്മണ്ട് വില്യംസിൻ്റെ വിശദീകരണം ദ ഹോൾ വേ ഓഫ് ലൈഫ് എന്നാണ്. സമഗ്ര ജീവിത രീതിയാണ് സംസ്കാരം. അപ്പോൾ സമഗ്ര ജീവിത രീതി എന്ന നിലയിൽ ഒരു കാലഘട്ടത്തിൽ ഒരു ജനത ജീവിതായോധനത്തിന് വേണ്ടി ഏർപ്പെടുന്ന എല്ലാ പ്രവൃത്തികളും ഉൾപ്പെട്ടതാണ് സംസ്കാരം എന്ന് പറയുക. അതിലെ ഓരോ ഘടകങ്ങളും അതിലെ ഇതര ഘടകങ്ങളുമായി എങ്ങനെയൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാലോചിക്കുക. ഈ ബന്ധങ്ങളിലൂടെ ഓരോ ഘടകത്തിൻ്റെയും സവിശേഷ സ്വഭാവം എങ്ങനെ നിലവിൽ വരുന്നു, അതിൻ്റെ ജീവിത രീതികൾ എങ്ങനെ കൈവരുന്നു, അതിനെങ്ങനെ ഫലമുളവാക്കാൻ കഴിയുന്നു എന്ന് ആലോചിക്കുക. അതായത് ബന്ധങ്ങളുടെ ഒരു വലിയ ശൃംഖലയ്ക്കുള്ളിൽ ഒരു സാംസ്കാരിക ഘടകം നിലനിൽക്കുന്നതും പ്രവർത്തിക്കുന്നതും അർത്ഥമാർജിക്കുന്നതും ഫലമുളവാക്കുന്നതും എങ്ങനെ എന്നാലോചിക്കലാണ് സാംസ്കാരിക ചരിത്രം ചെയ്യുന്നത്. അല്ലാതെ അതിലെ ഒരു ഘടകത്തിൻ്റെ ചരിത്രം വേറിട്ടെഴുതലല്ല. അതായത് പഴയ അർത്ഥത്തിൽ സംസ്കാരം എന്നത് ഒരു ഘടകമാണെങ്കിൽ പുതിയ അർത്ഥത്തിൽ അത് ഒരു ജനതയുടെ ആകമാനമുള്ള ജീവിതക്രമമാണ്. അതിലെ ഓരോ ഘടകവും ആ വ്യവസ്ഥയിലെ ഇതര ഘടകങ്ങളോട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന നിലയിലാണ് സംസ്കാരത്തെ ഒരു ബന്ധവ്യവസ്ഥയായിട്ട് നാം കാണാൻ തുടങ്ങുന്നത്. അപ്പം അങ്ങനെ ഒരു രൂപത്തിൽ സംസ്കാരം എന്ന ഒരു സങ്കല്പത്തെ മുൻനിർത്തിക്കൊണ്ട് സാംസ്കാരിക ചരിത്രം, അതിൽ കല എങ്ങനെയാണ് ഉൾപ്പെടുന്നത് എന്നാലോചിക്കാനാണ്. അല്ലാതെ കലയുടെ ചരിത്രം അതിൻ്റെ മാത്രം ചരിത്രമായി പറയാനോ ആസ്വാദനത്തിൻ്റെ ചരിത്രം അതിൻ്റെ മാത്രം ചരിത്രമായി പറയാനോ ഉള്ള ശ്രമമല്ല ഇവിടെ ഉള്ളത് എന്ന് ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ ഒരു കാര്യം കൂടി ഇവിടെ പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിലേക്ക് കുറച്ചുകൂടി കടക്കാം. അത് കലയിൽ ചരിത്രവും സമൂഹവും ബന്ധപ്പെടുന്നത്, ഇടപെടുന്നത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചാണ്. പൊതുവിൽ കലയുടെ സാമൂഹിക മാനം, ചരിത്രമാനം എന്നൊക്കെ പൊതുവെ മനസ്സിലാക്കപ്പെടുന്നത് കലയെ അതിൻ്റെ പ്രമേയ തലത്തിൽ പരിശോധിച്ചുകൊണ്ടാണ്. കല ഒരു പ്രത്യക്ഷ പ്രമേയം എന്ന നിലയിൽ ഏതെങ്കിലും ആശയങ്ങളെ മുമ്പോട്ട് വയ്ക്കുന്നുണ്ടോ, ആശയങ്ങൾ സാമൂഹികമായി സ്വീകാര്യമാണോ അസ്വീകാര്യമാണോ എന്ന നിലയിലുള്ള ഒരു പരിശോധനയാണ് പലപ്പോഴും ചരിത്രത്തെ കാണാനായി കലയിൽ ആളുകൾ നടത്താറ്. വാസ്തവത്തിൽ 20-ാം നൂറ്റാണ്ടിൽ ഏറ്റവും വലിയ മാർക്സിസ്റ്റ് ചിന്തകൻ കൂടിയായിരുന്ന ലൂക്കാച്ച് പറയുന്ന ഒരു കാര്യം, അദ്ദേഹം പറയുന്നത് കലയിൽ ചരിത്രം പ്രത്യക്ഷപ്പെടുന്നത്, സാഹിത്യത്തിലും കലയിലും ചരിത്രം ഏറ്റവും ആഴത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് അതിൻ്റെ രൂപസംവിധാനത്തിൻ്റെ തലത്തിലും അതുളവാക്കുന്ന അനുഭൂതിയുടെ തലത്തിലുമാണ്. അതല്ലാതെ അത് പറയുന്ന ആശയങ്ങളുടെ തലത്തിലല്ല. അതായത് പ്രമേയനിഷ്ഠമായി സംസ്കാരത്തെയും ചരിത്രത്തെയും കാണുന്നതിന് പകരം ഒരു കലാവസ്തു ചരിത്രത്തിൽ എന്ത് ഫലമുളവാക്കുന്നു എന്ന് നോക്കുക, അതിൻ്റെ രൂപസംവിധാനം ആ ഫല ഉളവാക്കുന്നതിൽ എങ്ങനെയൊക്കെ ഇടപെടുന്നു എന്ന് നോക്കുക. ഇതാണ് പൊതുവിൽ കല ചെയ്യുന്നത് എന്ന നിലയിലാണ് കലയെക്കുറിച്ചുള്ള ഈ ലൂക്കാച്ചിൻ്റെ ആ നിരീക്ഷണം വരുന്നത്. ഞാനിത് എടുത്തു പറയാൻ കാരണം, പൊതുവിൽ നമ്മൾ കലയുടെയും സാഹിത്യത്തിൻ്റെയും ഒക്കെ സാംസ്കാരിക മാനത്തെ മനസ്സിലാക്കുന്നത്, പൊതുവെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു പോരുന്നത്, കലയും സാഹിത്യവുമൊക്കെ പ്രത്യക്ഷത്തിൽ ഏറ്റെടുത്ത് പറയുന്ന കാര്യങ്ങൾ എന്താണ് എന്നതിനെ മാത്രം മുൻനിർത്തിയാണ്.
എന്നാൽ അങ്ങനെ പ്രത്യക്ഷത്തിൽ ഏറ്റെടുത്ത് പറയുന്ന പ്രമേയങ്ങളിൽ മാത്രമല്ല, ആ പ്രമേയങ്ങളെ ഉൾക്കൊള്ളാൻ പാകത്തിന് അതിന് രൂപപരമായുള്ള സവിശേഷതകളിലും ആ രൂപപരമായ സവിശേഷതകളിൽ നമ്മിലുണ്ടാക്കുന്ന അനുഭൂതിയുടെ തലത്തിലുമാണ് വാസ്തവത്തിൽ കല കൂടുതൽ സവിശേഷമായിരിക്കുന്നത്, ചരിത്രപരമായിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. അപ്പം അതുകൊണ്ട് സംസ്കാരത്തെ പ്രമേയനിഷ്ഠമായി കാണുന്നതിന് പകരം രൂപ അനുഭവ തലങ്ങളെ മുൻനിർത്തി കാണാനും ശ്രമിക്കണം. ഞാനിത് ആമുഖമായിട്ട് പറഞ്ഞത് ഇനി അങ്ങോട്ടുള്ള ആലോചനകളിൽ ഉടനീളം വാസ്തവത്തിൽ ഞാൻ പിൻപറ്റാൻ ശ്രമിക്കുന്ന ഒരു സമീപന രീതി ഇതാണ്. അല്ലെങ്കിൽ എന്തു പറ്റുമെന്ന് വെച്ചാൽ, സംഗീതത്തിൽ എന്താണ് സാമൂഹ്യ ചരിത്രം എന്ന് ചോദിച്ചാൽ സിനിമാ പാട്ടിൽ പരാമർശിക്കപ്പെട്ട ചില ആശയങ്ങളോ മറ്റോ ആണ് എന്ന് തോന്നും. നൃത്തത്തിൽ എന്താണ് സാമൂഹ്യ ചരിത്രം എന്ന് ചോദിച്ചാൽ നൃത്തത്തിൻ്റെ പ്രമേയമായി ആരെങ്കിലും ഏറ്റെടുത്ത ചില കാര്യങ്ങളാണ് എന്ന് തോന്നും. അങ്ങനെയല്ല. നൃത്തത്തിൻ്റെ പ്രമേയത്തിലോ പാട്ടിൻ്റെ ഉള്ളടക്കത്തിലോ മാത്രമല്ല, അതും ആകാം. പക്ഷെ അതിനപ്പുറം അതിൻ്റെ രൂപസംവിധാനം, അതിൻ്റെ പ്രവൃത്തി, അതുണ്ടാക്കുന്ന ഫലങ്ങൾ, ഇതെല്ലാം ചേർന്നിട്ട് വേണം വാസ്തവത്തിൽ ഒരു കലാവസ്തുവിൻ്റെ ചരിത്രത്തെ നമ്മൾ കൂടുതൽ ആഴത്തിൽ പരിശോധിക്കാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ 4-5 പ്രമേയങ്ങളെ വരും ദിവസങ്ങളിൽ പരിശോധിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. അതിൽ ആദ്യത്തെ ഒരാലോചന എന്ന നിലയിൽ ഒരുപക്ഷെ ആധുനിക കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വിപുലമായ ഒരു സ്വാധീനം കൈവന്ന ഒരു കലാരൂപത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ മുതിരുന്നത്. അത് ചലച്ചിത്രഗാനം എന്ന ഒരു ജനുസിനെ കുറിച്ചാണ്. 2 കാര്യങ്ങളാണ് ഞാൻ ഈ ചർച്ചയിൽ മുഖ്യമായിട്ടും മുമ്പോട്ട് വയ്ക്കുന്നത്. ഒന്ന്, ഒരു ജനുസ് എന്ന നിലയ്ക്ക് ചലച്ചിത്രഗാനത്തിൻ്റെ സവിശേഷത എന്തായിരുന്നു, അതെന്തുകൊണ്ടാണ് ഒരു ആധുനിക കലാരൂപം എന്ന നിലയിൽ നാം കാണുന്ന ഒരു സാർവത്രികമായ വ്യാപകത്വത്തിലേക്ക് എത്തിയത് എന്നതാണ് ഒന്നാമത്തെ കാര്യം. 2, അങ്ങനെ ഒരു കലാരൂപത്തിനുള്ളിൽ യേശുദാസിനെ പോലൊരാൾക്ക് കൈവന്ന ഈ അതുല്യമായ പദവിയുടെ ചരിത്രപരമായ കാരണങ്ങൾ എന്താണ്. ഈ 2 കാര്യങ്ങളാണ് വാസ്തവത്തിൽ ഇന്ന് ഞാൻ പരിശോധനയ്ക്കായിട്ട് എടുക്കുന്നത്. അതിനെ സാമാന്യമായിട്ടൊന്ന് വിശദീകരിക്കാനും തുടർന്ന് ചില ആലോചനകൾ, നിങ്ങൾ കൂടി ഉൾപ്പെടുന്ന ആലോചനകൾ അതിൽ നടത്താം എന്നുമാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ യേശുദാസിനെക്കുറിച്ച് വ്യക്തിപരമായി പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹമാണ് ഒരുപക്ഷെ 20-ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതിയിൽ ഒരു സാർവത്രികമായ ജനസമ്മതി കിട്ടിയ ഒരു പാട്ടുകാരൻ. അതേ ജനസമ്മതി ഇന്ന് തുടരുന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല, അത് കുറേയൊക്കെ പിൻവാങ്ങി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഒരു ഘട്ടത്തിൽ ഏതാണ്ട് 1960-കൾ മുതൽ ഒരു 2000 വരെയുള്ള 40-50 വർഷക്കാലം യേശുദാസിൻ്റെ ജനസമ്മതി എന്ന് പറയുന്നത് അത്രമേൽ വിപുലമായിരുന്നു എന്ന് പറയാം. അതിന് സമാനമായ ഒരു സ്വാധീനതയോ അതിന് സമാനമായൊരു ജനസമ്മതിയോ, ഞാൻ ജനപ്രിയത എന്നല്ല പറയുന്നത്, ജനസമ്മതി എന്നർത്ഥത്തിലാണ്. അതായത് തൻ്റെ കൂടി പ്രതിനിധിയാണ് എന്ന് പൊതുവിൽ ഒരു ജനതയ്ക്ക് വകവെച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു പദവി മൂല്യത്തെയാണ് ഞാൻ ജനസമ്മതി എന്ന് പറയുന്നത്. അത് കേവലമായൊരു ആരാധനയോ ഇഷ്ടമോ മാത്രമല്ല. അങ്ങനെ ഒരു പദവിയിലേക്ക് 20-ാം നൂറ്റാണ്ടിൻ്റെ ഒരു 2ാം പകുതിയിൽ അദ്ദേഹം എത്തിച്ചേർന്നിരുന്നു എന്നിപ്പോൾ തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ആ പദവി ഇപ്പോൾ ദുർബലപ്പെട്ടിട്ടുമുണ്ട്, അതും മറ്റൊരു കാര്യമാണ്. ഇതിൽ ഇപ്പോൾ പ്ലഖനോവ് ചരിത്രത്തിൽ വ്യക്തികൾക്കുള്ള പങ്കിനെക്കുറിച്ച് പറയുമ്പോൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ചരിത്രത്തിൽ വ്യക്തികൾ നിർണായക പ്രാധാന്യം നേടുന്നത് അവരുടെ സാമൂഹികമായ ഇടപെടൽ ശേഷി ചരിത്രത്തിൻ്റെ ചില സവിശേഷ ആവശ്യങ്ങളെ ഏറ്റെടുക്കാനോ പൂരിപ്പിക്കാനോ കെൽപ്പുള്ളതായി തീരുമ്പോഴാണ്. അപ്പം അദ്ദേഹം രസമുള്ള 2 ഉദാഹരണം പറയുന്നുണ്ട്. ഒന്ന് നെപ്പോളിയൻ അദ്ദേഹം പറയുന്നുണ്ട് 18-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ എപ്പോഴെങ്കിലും ആയിരുന്നു നെപ്പോളിയൻ്റെ ജീവിതമെങ്കിൽ നെപ്പോളിയൻ പരമാവധി ഒരു കേണൽ നെപ്പോളിയനായിട്ട് അവസാനിക്കുമായിരുന്നു. മറിച്ച് ഫ്രഞ്ച് വിപ്ലവവും അതുണ്ടാക്കിയ സംഘർഷങ്ങളും രാഷ്ട്രീയമായ കുഴമറിച്ചിലുകളും ഫ്രാൻസിലെ ജനതയുടെ ചില പ്രത്യേകമായ മാനസിക ആഭിമുഖ്യങ്ങളും എല്ലാം ചേർന്ന ഒരു സവിശേഷ സന്ധിയിലാണ് നെപ്പോളിയൻ്റെ സൈനിക തന്ത്രജ്ഞതയ്ക്ക്
ഒരു നെപ്പോളിയൻ ചക്രവർത്തിയെ രൂപപ്പെടുത്താൻ കഴിയുമായിരുന്നത്. അല്ലെങ്കിൽ അതൊരു അദ്ദേഹത്തിൻ്റെ സ്വകാര്യ പ്രതിഭയുടെ മാത്രം ഉൽപ്പന്നമാണെങ്കിൽ അതൊരു വ്യക്തിഗതമായ അനുഭവമണ്ഡലത്തിന് അപ്പുറത്തേക്ക് പോകുമായിരുന്നില്ല എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്ന കാര്യം. അതുപോലെ തന്നെ അദ്ദേഹം സൂചിപ്പിക്കുന്നത് ബിഥോവനെ കുറിച്ചാണ്. ബിഥോവൻ അദ്ദേഹം ജീവിച്ച ആധുനികതയുടെയും ജ്ഞാനോദയത്തിൻ്റെയും വ്യക്തിഗതമായ പൗരത്വത്തിൻ്റെയും ഒക്കെ മൂല്യങ്ങൾ ഉയർന്നു വന്ന ഒരു ചരിത്രഘട്ടത്തിലല്ലായിരുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ബിഥോവിൻ്റെ പ്രതിഭാശാലിത്വം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഇന്ന് ചരിത്രത്തിലുണ്ടാക്കാൻ കഴിഞ്ഞ വലിയ സ്വാധീനം ഫലങ്ങൾ ഉളവാക്കാൻ പര്യാപ്തമാകുമായിരുന്നില്ല എന്ന കാര്യം പ്ലഖനോവ് പറയുന്നുണ്ട്. അതുകൊണ്ട് ചരിത്രത്തിൽ വ്യക്തികൾ നിർണായക പങ്ക് വഹിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ ആ നിർണായക പങ്ക് എന്ന് പറയുന്നത് വ്യക്തിഗതമായ പ്രതിഭാശാലിത്വത്തിൻ്റെ മാത്രം ഉൽപ്പന്നമായിട്ടല്ല, മറിച്ച് ആ വ്യക്തിപ്രതിഭയ്ക്ക് ചരിത്രത്തിൽ നിർണായകമായ ചില ഇടപെടലുകൾ നടത്താൻ കഴിയുമ്പോഴാണ്. ഞാൻ മറ്റൊരു നിലയ്ക്ക് ഈ കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു നല്ല കലാകൃത്തും ഒരു വലിയ കലാകൃത്തും, നല്ല കലാകാരനോ നല്ല കലാകാരിയോ, ഒരു വലിയ കലാകാരനോ കലാകാരിയോ തമ്മിലുള്ള മൗലികമായ ഒരു അകലം, നല്ല കലാകൃത്ത് എന്ന് പറയുന്നത് മിക്കവാറും തൻ്റേതായ ഒരു പ്രതിഭയെ മുൻനിർത്തിയാണ് നിലനിൽക്കുന്നതെങ്കിൽ, വലിയ കലാകൃത്ത് എന്ന് പറയുന്നത് തൻ്റെ പ്രതിഭാവിശേഷം കൊണ്ട് ഒരു കാലത്തിൻ്റെ ആവശ്യങ്ങളോട് സംവദിക്കുകയും അതിനെ ഏറ്റെടുക്കുകയും അതിനെ പൂരിപ്പിക്കുകയും അതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ ഒരു കാലത്തിൻ്റെ ആഭിമുഖ്യങ്ങളെ ഏറ്റെടുത്ത് കൊണ്ടുപോകാൻ കൂടിയുള്ള കെൽപ്പാണ് ഒരാളെ ഒരു വലിയ കലാകൃത്തിൻ്റെ പദവിയിലേക്ക് എത്തിക്കുന്നത്. ഞാൻ കരുതുന്നത് അങ്ങനെ ഏറ്റെടുക്കണമെങ്കിൽ നിശ്ചയമായിട്ടും അത് പ്രവർത്തിക്കാൻ പര്യാപ്തമായ ഒരു കലാരൂപം വേണം. ആ കലാരൂപം ആ കാലത്തിൻ്റെ ആവശ്യങ്ങളുമായി പല നിലയിൽ കൂടിക്കലങ്ങി നിൽക്കുകയും വേണം. ഈ രണ്ട് ഘടകങ്ങൾ എങ്ങനെയാണ് ചലച്ചിത്രഗാനം എന്ന ജനുസിൽ പ്രവർത്തിച്ചത്, അതിൻ്റെ ആഭ്യന്തരമായ ശേഷികൾ എന്തൊക്കെയായിരുന്നു, പരാധീനതകൾ എന്തൊക്കെയായിരുന്നു എന്ന കാര്യമാണ് ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്ന ഒരു കാര്യം. ഇതിൽ സംഗീതത്തെക്കുറിച്ച് ആദ്യമേ പറയേണ്ട ഒരു കാര്യം, ഇപ്പോൾ സംഗീതം എന്നതൊരു ശുദ്ധകലയാണ് എന്നും സംഗീതത്തിൽ വാൾട്ടർ പേറ്ററുടെ പഴയൊരു പ്രസ്താവനയുണ്ട്, ഓൾ ആർട്ട് അസ്പയേഴ്സ് ദ സ്റ്റാറ്റസ് ഓഫ് മ്യൂസിക്. എല്ലാ കലകളും സംഗീതമാകാൻ ശ്രമിക്കുന്നു. കാരണം മറ്റെല്ലാത്തിൻ്റെയും സാമൂഹികമായ മുദ്രകളെയും തേച്ചു മാച്ച് കളയുന്ന കേവല സ്വരമാകാൻ, കേവല സംഗീതമാകാൻ മറ്റെല്ലാ കലകളും ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് സംഗീതമാണ് ഏറ്റവും വിശുദ്ധമായ കല എന്ന വാൾട്ടർ പേറ്ററുടെ ഒരു നിരീക്ഷണം ഉണ്ട്. ഈ നിരീക്ഷണത്തെക്കുറിച്ച് തന്നെ പിന്നീട് റെയ്മണ്ട് വില്യംസ് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ എല്ലാ കലകളും സംഗീതമാകാൻ ശ്രമിക്കുന്നു, സംഗീതം ഒരു ശുദ്ധകലയാണ് എന്ന് പറയുന്നത് തന്നെ വാസ്തവത്തിൽ കലയുടെ കേവലതയെക്കുറിച്ചുള്ള ഒരു പ്രത്യേകമായ വീക്ഷണത്തിൻ്റെ സന്ദർഭത്തിലാണ്. എന്താണ് ആ സന്ദർഭം? ആടുവാഴുത്തത്തിൽ നിന്ന്, രാജാധിപത്യത്തിൽ നിന്ന് കലയും കലാകൃത്തുക്കളും സ്വതന്ത്രരാകുന്നു എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നൊരു കാലത്തിൻ്റെ ഉൽപ്പന്നം കൂടിയാണ് ഈ പ്രസ്താവന. കല ദൈവത്തിനോ രാജാവിനോ പ്രഭുവിനോ വേണ്ടിയുള്ളതാണ് എന്ന തോന്നലിൽ നിന്ന് മാറി കലയ്ക്ക് അതിൻ്റേതായ ഒരു സ്വതന്ത്ര മൂല്യമുണ്ട് എന്ന് മനുഷ്യർ സങ്കല്പിക്കുന്ന ഒരു സമയത്ത് ആ സ്വതന്ത്ര മൂല്യത്തിൻ്റെ പരമാവധിയായിട്ടാണ് സംഗീതത്തെ വാസ്തവത്തിൽ നാം ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ചത് എന്ന് വില്യംസ് സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ കലകളും സംഗീതമാകാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് സംഗീതത്തെ കലയുടെ ശുദ്ധരൂപമായി അവതരിപ്പിക്കുന്നത് തന്നെ കലയെക്കുറിച്ചുള്ള ചരിത്രപരമായ ഒരു പ്രത്യേക വീക്ഷണത്തിൻ്റെ ഉൽപ്പന്നമാണ്. അല്ലാതെ കലയിൽ, സംഗീതത്തിൽ അതുമാത്രമായൊരുള്ളടക്കമുണ്ട് എന്ന നിലയ്ക്കല്ല എന്ന കാര്യം നമ്മൾ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് ഏത് കലയിലും ചരിത്രം ഏറിയും കുറഞ്ഞും ഒളിഞ്ഞും മറഞ്ഞും കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. രണ്ട് സവിശേഷ നിരീക്ഷണങ്ങൾ ഇവിടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലും വിയന്നയിൽ സംഗീത പരീക്ഷണങ്ങൾ വളരെ സങ്കീർണമായി വികസിച്ചു വന്നതിനെക്കുറിച്ച് പ്രമുഖ സംഗീത നിരൂപകനും
ഒപ്പം തന്നെ സാംസ്കാരിക വിമർശകനുമൊക്കെ ആയ അഡോണോ അവതരിപ്പിക്കുന്ന ഒരു നിരീക്ഷണമാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബൗദ്ധികമായി വിയന്ന നേടിയ വലിയ വികാസങ്ങൾ ഒരു ഭാഗത്ത്, പക്ഷേ ആ ബൗദ്ധിക വികാസത്തെ സാമൂഹികമായി പ്രയോഗക്ഷമമാക്കാൻ പറ്റാത്ത മട്ടിൽ ഫാസിസ്റ്റ് ജർമ്മനിയുടെയും ജർമ്മൻ ആധിപത്യത്തിൻ്റെയും കീഴിൽപ്പെട്ട് കിടക്കുന്ന രാഷ്ട്രീയ അന്തരീക്ഷം മറുഭാഗത്ത്. ഇങ്ങനെ വികസിച്ചു വന്ന ബൗദ്ധികത ഒരു ഭാഗത്തും, ആ ബൗദ്ധികതയ്ക്ക് സാമൂഹിക പ്രയോഗങ്ങൾ വരാത്ത ഒരു ജീവിത പരിസരം മറുഭാഗത്തും വന്നപ്പോൾ ഇവയ്ക്കിടയിലെ വൈരുദ്ധ്യങ്ങളാണ് വിയന്നയിൽ 2 തരത്തിലുള്ള ആവിഷ്കാരങ്ങൾക്ക് കാരണമായത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിലൊന്ന് വിയന്നയിൽ വലിയ തോതിൽ വികസിച്ചു വന്ന ചതുരംഗക്കളിയാണ്. മറ്റൊന്ന് വിയന്നയിലെ സംഗീതത്തിലുണ്ടായ സങ്കീർണമായ പരീക്ഷണങ്ങളാണ് എന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. അതായത് വികസിച്ചു വരുന്ന ബൗദ്ധിക ശേഷി ഒരു ഭാഗത്ത്, ആ ബൗദ്ധിക ശേഷിക്ക് പ്രയോഗമൂല്യം കൈവരാത്ത സാമൂഹ്യ ഭൗതിക പരിസരം മറുഭാഗത്താകുമ്പോൾ ഇവ തമ്മിലുള്ള വൈരുദ്ധ്യം മൂന്നാമതൊരു വഴിയിലേക്ക് ഈ ബൗദ്ധികതയെ തിരിച്ചുവിട്ടതുകൂടിയാണ് സംഗീതത്തിലെയും ചതുരംഗത്തിലെയും വലിയ പരീക്ഷണങ്ങളായിട്ട് വിയന്നയിൽ വികസിച്ചത് എന്നൊരു നിരീക്ഷണം അദ്ദേഹം പറയുന്നുണ്ട്. നമുക്ക് യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യാം. ഞാൻ പറഞ്ഞത് കലയിൽ എങ്ങനെയാണ് ചരിത്രം ഇടപെടുന്നത്. ഇതുപോലെ തിരുവാങ്കൂറിൻ്റെ സംഗീതത്തെക്കുറിച്ച് എഴുതിയ മ്യൂസിക് ഓഫ് ട്രാവൻകൂർ എഴുതിയ പഴയ ടി ലക്ഷ്മണൻ പിള്ള, അദ്ദേഹം നമ്മുടെ കഥകളിയിലെ കേരള രാഗങ്ങൾ എന്നറിയപ്പെടുന്ന പാടി, പുറനീര, ഖണ്ഡാര മുതലായ രാഗങ്ങളെക്കുറിച്ച് പറയുന്ന സമയത്ത് സാന്ദർഭികമായി നടത്തുന്ന ഒരു നിരീക്ഷണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രാഗങ്ങളൊക്കെ കർണാടക സംഗീത പദ്ധതിക്കകത്തുള്ളതല്ല. അദ്ദേഹം പറയുന്നത് ആദിമമായ ദ്രാവിഡ സംഗീതത്തിൻ്റെ അവശേഷിക്കുന്ന രൂപങ്ങൾ കേരള ജീവിതത്തിൽ, കേരള സംഗീതത്തിൽ തുടരുന്നത് ആണ് കഥകളിയിലെ ഈ കേരള രാഗങ്ങളായിട്ട് മാറിയത്. ആര്യാധിനിവേശത്തിന് ശേഷവും അതിന് വഴങ്ങാതെ അല്ലെങ്കിൽ അതിനോട് പല നിലയിൽ എതിരിട്ട് നിന്ന കേരളത്തിലെ ഒരു സംഗീത പാരമ്പര്യമാണ് വാസ്തവത്തിൽ ഈ കർണാടക പദ്ധതിക്ക് പുറത്തുള്ള കേരള രാഗങ്ങളായി മാറിയത്. അത് ദ്രാവിഡ സംസ്കൃതിയും ആര്യാധിനിവേശവും തമ്മിലുള്ള സംഘർഷത്തെ കൂടി ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. ഞാനിത് പറഞ്ഞതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നിലയിൽ ഒരു സംഗീത അനുഭവത്തിനുള്ളിലേക്ക് കടക്കുന്ന സമയത്ത് അതിൽ ചരിത്രമെന്ന് പറയുന്നത് അത് നേർക്ക് നേരെ പറയുന്ന കാര്യങ്ങളൊന്നുമല്ല, മറിച്ച് ഈ നിലയിലുള്ള പലതരത്തിലുള്ള സംഘർഷങ്ങളിലാണ് അവയുടെ ചരിത്രപരമായ വേര് എന്ന കാര്യമാണ്. ഈ ചലച്ചിത്ര ഗാനം എന്ന ജനുസിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം, ഞാനതിൻ്റെ മുഴുവൻ ചരിത്രവും ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. മഹാഭാരത പ്രഭാഷണം പോലെ മണിക്കൂറുകൾ നീളുന്ന ഒരു അതിദീർഘ പ്രഭാഷണത്തിന് ഞാൻ മുതിരുന്നുമില്ല. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, മഹാഭാരത പ്രഭാഷണത്തിലെ പ്രമേയത്തിന് അതിൻ്റെ സ്വതസിദ്ധമായൊരു ജീവിതമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് അതുപോലെ എന്താ പറയുക, സാർവത്രികമായി ഉള്ളിലേക്ക് കടന്നു പോകുന്ന ആളുകളുടെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആശയങ്ങളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. കുറച്ചുകൂടി സാങ്കേതിക സ്വഭാവമുള്ള ആശയങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ അളവിൽ വിപുലമായൊരു പ്രതിപാദനത്തിന് ഞാൻ മുതിരുന്നില്ല. മറിച്ച് ഞാൻ ഒരു പ്രാഥമിക രൂപരേഖ മാത്രം ഈ വിഷയത്തെക്കുറിച്ച് അവതരിപ്പിക്കാം. അതിലൊന്ന്, എന്താണ് ചലച്ചിത്ര ഗാനം എന്ന ജനുസിൻ്റെ സവിശേഷത? എപ്പോഴാണ് ചലച്ചിത്ര ഗാനം കേരളീയ ജീവിതവുമായി ആഴത്തിലുള്ള ബന്ധത്തിലേർപ്പെടുന്നത്? അതിൻ്റെ പ്രത്യേകത എന്താണ്? വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ, യേശുദാസ് ആദ്യം പാടിയ സിനിമാ ഗാനമുണ്ടല്ലോ, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം എന്ന നാരായണഗുരുവിൻ്റെ വരികൾ. വാസ്തവത്തിൽ നാരായണഗുരുവിൻ്റെ ഈ വരികൾ യേശുദാസ് ആദ്യം പാടിയ ഗാനം എന്നതുപോലെ തന്നെ ഈ വരികൾ 100% ഈ വരികളോട് ഒത്തുപോകുന്ന ഒന്നാണ് ചലച്ചിത്ര ഗാനവും. കാരണം എല്ലാ ജാതി വിഭാഗങ്ങൾക്കും, എല്ലാ മതസമൂഹങ്ങൾക്കും, എല്ലാ തരത്തിലുള്ള സാമൂഹ്യ വിഭാഗങ്ങൾക്കും ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്ന ഒരിടമായിട്ട് ഒരു പക്ഷേ ഒരു കലാരൂപം കേരളത്തിൽ നിലനിന്നിട്ടുണ്ടെങ്കിൽ അത് ചലച്ചിത്ര ഗാനം മാത്രമാണ്. ഞാനിതൊരു അതിശയോക്തിയായിട്ട് പറയല്ല. അപ്പം നോക്കൂ, നിങ്ങൾക്ക് എല്ലാ ചലച്ചിത്ര ഗാനങ്ങളും ഒരിക്കലും ഇഷ്ടമായിട്ടുണ്ടാവില്ല. പക്ഷേ നിങ്ങൾക്ക് പ്രിയപ്പെട്ടതായ ഏതെങ്കിലും ചലച്ചിത്ര ഗാനം ഇല്ലാതിരിക്കുകയുമില്ല.
ചലച്ചിത്രഗാനം എന്ന ജനുസിനെ കുറിച്ച് സതീത് റായൊക്കെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ അവർ ഫിലിംസ് ദെയർ ഫിലിംസ് എന്ന പ്രസിദ്ധമായ പ്രബന്ധത്തിൽ ചലച്ചിത്രഗാനം ഇന്ത്യൻ സിനിമയിൽ വഹിച്ച പങ്കിനെക്കുറിച്ച് അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ആ പ്രദേശത്തിൻ്റെ സംഗീത സംസ്കാരത്തെ ആകമാനം ഉൾക്കൊണ്ട് അതുവരെ ആ പ്രദേശത്ത് രൂപപ്പെട്ട സംഗീതത്തിൻ്റെ ആവിഷ്കാര രീതികൾ എന്തൊക്കെ ഉണ്ടായിരുന്നോ അവയെയൊക്കെ തന്നെ ചലച്ചിത്രഗാനം പല നിലകളിൽ സ്വാംശീകരിച്ച് വാസ്തവത്തിൽ വളരെ ഓൾ ഇൻക്ലൂസീവായ ഒരു ജനതയെ സംബന്ധിച്ച് സാർവത്രികമായ സ്വാംശീകരണത്തിന് ഉപയുക്തമായ ഒരു എന്താ പറയുക ജനുസായിട്ട് ചലച്ചിത്രഗാനം മാറിത്തീർന്നിട്ടുണ്ട് എന്ന കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ കേരളത്തിൽ 1950 മുതൽ നമ്മുടെ ശബ്ദ സിനിമയുടെ കാലം 1938 ബാലനിൽ ആരംഭിക്കുന്നു എന്നത് ശരിയാണെങ്കിലും മലയാള ചലച്ചിത്ര ഗാനം സ്വന്തം നിലയ്ക്ക് ഒരടിസ്ഥാനം കണ്ടെത്തി അത് വികസിച്ചു വരുന്നത് 1950 മുതലാണ് എന്ന് നമുക്കറിയാം. 51 ജീവിത നൗക വരുന്നുണ്ട്. ജീവിത നൗകയിലെ പാട്ടുകളൊക്കെ വളരെ പ്രസിദ്ധമായി തീർന്നെങ്കിലും ജീവിത നൗകയിലെ പാട്ടുകൾ മിക്കവാറും തമിഴ് സംഗീതത്തിൻ്റെ വടിവിലെഴുതപ്പെട്ട തമിഴ് സംഗീതത്തിൻ്റെ അല്ലെങ്കിൽ ഹിന്ദി ഗാനങ്ങളുടെ വടിവിലേക്ക് മലയാളം വാക്കുകളെ കുത്തി നിറച്ചത് വഴി ഉണ്ടായ ഒരു രൂപങ്ങളാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി മലയാളത്തിലെ ചലച്ചിത്രഗാനം ആദ്യം സ്വന്തം നിലയ്ക്കൊരു ജീവിതം മുഖ്യമായിട്ട് ആർജിച്ചത് 1954 നീലക്കുയിൽ മുതലാണ് എന്ന് നമുക്കറിയാം. നീലക്കുയിലാണ് മലയാള ഗാനം സ്വന്തം ഭാഷയിലും സ്വന്തം ഈണത്തിലും പാടാൻ തുടങ്ങിയ ഒരു ഗാനം. അതിനുശേഷമുള്ള ഒരു അരനൂറ്റാണ്ടിനെ മുൻനിർത്തി ആലോചിച്ചാൽ ഈ അരനൂറ്റാണ്ടാണ് യേശുദാസ് എന്ന മഹാഗായകനെ സൃഷ്ടിച്ച കാലവും. ഇത് രണ്ടും ചേർത്ത് നിങ്ങളൊന്ന് ആലോചിച്ചാൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാലയളവിൽ മലയാളത്തിൻ്റെ ജീവിത പരിസരത്ത്, കേരളത്തിൻ്റെ ജീവിത പരിസരത്ത് സ്വാധീനം കൈവന്ന എല്ലാ തരത്തിലുള്ള സംഗീത രൂപങ്ങളും ഏറിയും കുറഞ്ഞും ചലച്ചിത്രഗാനത്തിലേക്ക് വന്നു. അതിപ്പോൾ കർണാടക സംഗീതമാകാം, ഹിന്ദുസ്ഥാനി ആകാം, നാടോടി ഗാനങ്ങളാകാം, അല്ലെങ്കിൽ ബംഗാളി ഫോക്ക് ട്രഡീഷനാകാം, പാശ്ചാത്യ രൂപങ്ങളാവാം, പാശ്ചാത്യ സംഗീതമാവാം. ഇതൊക്കെ നമ്മുടെ ചലച്ചിത്രഗാനത്തിൽ ഒരു നിലയ്ക്കല്ലെങ്കിൽ മറ്റൊരു നിലയ്ക്ക് ഉൾപ്പെടുകയുണ്ടായി. ഇപ്പോൾ മോഹനം എന്ന രാഗത്തിൽ 30-ലധികം ഗാനങ്ങൾ ദേവരാജൻ മാഷ് മാത്രം ചിട്ടപ്പെടുത്തിയതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രകാരന്മാർ പറയുന്നുണ്ട്. ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാബുരാജ് അദ്ദേഹത്തിൻ്റെ ഗാനശാഖയെ മുഴുവൻ രൂപപ്പെടുത്തിയത്. നമ്മുടെ നാടോടി ഗാനങ്ങൾ വലിയ തോതിൽ നമ്മുടെ ചലച്ചിത്രഗാന സംസ്കാരത്തിലേക്ക് പ്രവേശിച്ചു. ബംഗാളി ഫോക്ക് ട്രഡീഷനെ സലീൽ ചൗധരിയെ പോലുള്ള ആളുകൾ ഇവിടേക്ക് കൊണ്ടുവന്നു. വെസ്റ്റേൺ മ്യൂസിക് എന്ന് വിളിക്കാവുന്ന പാശ്ചാത്യ സംഗീതത്തിൻ്റെ രീതികൾ വരെ വാസ്തവത്തിൽ പുകഴേന്തിയെ പോലുള്ളവരുടെയൊക്കെ സംഗീതാവിഷ്കാരങ്ങളിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറായിട്ടും മറ്റും നമുക്ക് കേൾക്കാനായിട്ട് കഴിയും. പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ കഥകളിപ്പാട്ടാകാം, നമ്മുടെ മാപ്പിളപ്പാട്ടാകാം, അങ്ങനെ നാടോടിയായ ആവിഷ്കാരങ്ങൾ മുതൽ അങ്ങേയറ്റത്തെ സങ്കീർണമായ രാഗപദ്ധതികൾ വരെയുള്ള എല്ലാ പ്രകാരങ്ങളും ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ചലച്ചിത്രഗാനം എന്നതിൻ്റെ സംഗീത മണ്ഡലത്തിലേക്ക് കടന്നു വന്നു. സതീത് റായ് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ജനത അവരുടെ ചരിത്ര ജീവിതത്തിൻ്റെ അതിദീർഘമായ പരിണാമഘട്ടങ്ങളിൽ വികസിപ്പിച്ചെടുത്ത ഗാന സംസ്കാരത്തെ ആകമാനം ഒരു ജനുസ് ഉൾക്കൊള്ളുന്നത് ചലച്ചിത്രഗാനത്തിലാണ്. മറ്റൊരു നിലയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, അതുവരെയുള്ള ഗാനരൂപങ്ങളൊക്കെ ഏതെങ്കിലും ചില സാമൂഹ്യ വിഭാഗങ്ങളുടെ സവിശേഷമായ അസ്തിത്വത്തോട് ബന്ധപ്പെട്ടതാണ്. ഇപ്പം മാപ്പിളപ്പാട്ടെടുത്താൽ അതൊരു ശാഖയാണ്, കഥകളിപ്പാട്ടെടുത്താൽ മറ്റൊരു ശാഖയാണ്, അല്ലെങ്കിൽ നമ്മൾ ഏത് ശാഖ എടുത്താലും അത് അതാതിൻ്റെ നിലയിലാണ്. അതിന് ഒരു എക്സ്ക്ലൂസീവ് സ്വഭാവമുണ്ട്. അത് അതിനുള്ളിലാണ്, അതിനപ്പുറത്തേക്ക് അത് സാധാരണ നിലയിൽ സഞ്ചരിക്കില്ല. ഇപ്പം കേരള സംഗീതമെന്ന് സോപാനത്തെ മുൻനിർത്തിയൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമെങ്കിലും വാസ്തവത്തിൽ കേരള സംഗീതം കേരളത്തിൽ ഏറ്റവും കുറച്ച് കേൾക്കപ്പെടുകയും ഏറ്റവും കുറച്ച് ആസ്വദിക്കപ്പെടുകയും ചെയ്തതാണ് സോപാനം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ അങ്ങനെ ഓരോ ആധുനികതയുടെ ഒരു ഘട്ടത്തിൽ എത്തുമ്പോൾ അതുവരെ നിലനിന്ന സംഗീതശാഖകളുടെ സവിശേഷത, അത് കർണാടക സംഗീതമാകട്ടെ, ഹിന്ദുസ്ഥാനി ആകട്ടെ, നാടോടി ഗാനങ്ങളാകട്ടെ, മാപ്പിളപ്പാട്ടാകട്ടെ, കഥകളി സംഗീതമാകട്ടെ, ഏത് രൂപമെടുത്തോളൂ, ആ രൂപങ്ങളെല്ലാം തന്നെ
സവിശേഷ സാമൂഹ്യ വിഭാഗങ്ങളുടെ ഗാന സംസ്കാരത്തോടോ ജീവിതത്തോടോ ബന്ധപ്പെട്ടതാണെങ്കിൽ സത്യീത് റായ് പറയുന്നൊരു കാര്യം, ഈ സവിശേഷമായ സാമൂഹിക അടിസ്ഥാനങ്ങളിൽ നിന്ന് ഒരു ജനതയുടെ സംഗീത സംസ്കാരത്തെ ആകമാനം കൂട്ടിവിളക്കുന്ന ഒരു പുതിയ മണ്ഡലമായിട്ട് ചലച്ചിത്രഗാനം മാറി. അതുകൊണ്ടാണ് അദ്ദേഹം ചലച്ചിത്രഗാനത്തെ നാഷണൽ പോപ്പുലർ എന്ന നിലയിൽ ഒരു ജനസായിട്ട് കാണുന്നത്, ഒരു ദേശീയ ജനപ്രിയത. അതായത് ഒരു ദേശത്തെ, അതിൻ്റെ അർത്ഥം എല്ലാ ചലച്ചിത്ര ഗാനങ്ങളും എല്ലാവർക്കും സ്വീകാര്യമായി എന്നല്ല, നിശ്ചയമായിട്ട് അങ്ങനെയല്ല. 100ൽ 100 പാട്ടും എല്ലാവരും ഇഷ്ടപ്പെടുന്നില്ല, പക്ഷേ ഒരു പാട്ടെങ്കിലും എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഒരു ജനുസ് എന്ന നിലയിൽ ചലച്ചിത്ര ഗാനത്തിൻ്റെ ഒരു സവിശേഷതയായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, ആ ജനതയുടെ ആകമാനമുള്ള ജീവിതത്തെ, ചരിത്രത്തിൻ്റെ എത്രയോ ഘട്ടങ്ങളിലെ പരിവർത്തനങ്ങളെ, അതുണ്ടാക്കിയ രാഗസംസ്കാരത്തെ മുഴുവൻ വാസ്തവത്തിൽ ചലച്ചിത്രഗാനം എന്നൊരു ജനുസ് ഏറ്റെടുത്തു എന്നാണ്. വാസ്തവത്തിൽ അങ്ങനെ ആലോചിച്ചാൽ ഇത്ര സാർവത്രികമായ വ്യാപ്തി കൈവന്ന, അതായത് ഒരു സമൂഹത്തിലെ ഏതാണ്ട് എല്ലാ സാമൂഹ്യ വിഭാഗങ്ങൾക്കും ഒരു നിലയ്ക്കല്ലെങ്കിൽ മറ്റൊരു നിലയ്ക്ക് പങ്കുചേരാൻ കഴിയുന്ന ഒരു ഗാനമണ്ഡലമായിട്ട് ചലച്ചിത്രഗാനം മാറി. അങ്ങനെ ഒരു ജനുസ് നമുക്ക് വേറെയില്ല. വേണമെങ്കിൽ പറഞ്ഞാൽ ഹേബർമാസൊക്കെ മുമ്പോട്ട് വയ്ക്കുന്ന പൊതുമണ്ഡലം എന്ന് പറയുന്ന എല്ലാ സാമൂഹ്യ വിഭാഗങ്ങളും അവരവരുടേതായ വീക്ഷണഗതികൾ അവതരിപ്പിക്കുകയും ഈ വീക്ഷണഗതികൾ തമ്മിൽ ഇണങ്ങിയും ഇടഞ്ഞും നിലക്കൊള്ളുകയും ചെയ്യുന്ന ഒരു പ്രത്യേകമായ ജീവിതാന്തരീക്ഷ ാണ് അദ്ദേഹം പൊതുമണ്ഡലം എന്ന് വിളിച്ചത്. ഒരു തരത്തിലുള്ള ഒരു സംഗീതത്തിൻ്റെ പൊതുമണ്ഡലം കൂടിയായിട്ട് ചലച്ചിത്രഗാനം മാറി. ഒരു മ്യൂസിക്കൽ പബ്ലിക് സ്ഫിയർ എന്ന് വിളിക്കാം. കാരണം എല്ലാ സാമൂഹ്യ വിഭാഗങ്ങളുടെ സംഗീത സംസ്കാരവും അവിടേക്ക് കടന്നു വരുന്നുണ്ട്. കടന്നു വന്നങ്ങനെ നിൽക്കുകയല്ല, അത് ഇതര സംഗീത പാരമ്പര്യങ്ങളോട് പല നിലയിൽ സംവദിക്കുന്നുണ്ട്, സ്വയം പരിണമിക്കുന്നുണ്ട്, മൂന്നാമതൊരു പ്രതലത്തിലേക്ക് മാറിപ്പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ചലച്ചിത്രഗാനം എന്ന് വിളിക്കുന്ന ജനുസിന് സംഗീതപരമായ, അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു നാഷണൽ പോപ്പുലർ ക്യാരക്ടർ ഉണ്ട്. ഇത് എന്തുകൊണ്ട് ആവശ്യമായി തീരുന്നു? അതിൽ സത്യീത് റായ് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം കൂടി ഇവിടെ ശ്രദ്ധിക്കാവുന്നതാണ്. അദ്ദേഹം പറയുന്നത് ഇന്ത്യയിലെ ചലച്ചിത്ര ഗാനത്തിൻ്റെ സവിശേഷത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പാശ്ചാത്യ ചലച്ചിത്ര ഗാനങ്ങൾ എന്ന പോലെ പശ്ചാത്തല സംഗീതമായിട്ടല്ല, മറിച്ച് കഥാഗതിയെ വളരെ കൂടുതൽ നിർണ്ണയിക്കുന്നതാണ്. ഇപ്പോൾ ഇന്ത്യൻ സംഗീതത്തെക്കുറിച്ച്, ചലച്ചിത്ര ഗാനത്തെക്കുറിച്ച് ഒരു കാലത്തുണ്ടായിരുന്ന ഒരു വലിയ വിമർശനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ഒരു പാട്ട് പൊട്ടി വീഴും എന്നുള്ളതാണ്. അത് ഏത് സമയത്താണ് പാട്ട് വരിക എന്ന് പറയാൻ പറ്റില്ല. നായകന് സങ്കടം വന്നാലും പാട്ട് വരും, സന്തോഷം വന്നാലും പാട്ട് വരും, പ്രണയം വന്നാലും പാട്ട് വരും, മരണം വന്നാലും പാട്ട് വരും, എന്തിനേയും പാട്ടാക്കാം എന്നത് ഞാൻ കേട്ടിട്ടുള്ളത് മലയാളത്തിലെ ആദ്യകാല ഗാനങ്ങളിൽ, സിനിമകളിലൊന്നിൽ പ്രഹ്ലാദെന്നോ മറ്റോ പേരായ ആദ്യ സിനിമയിൽ 38 മറ്റോ പാട്ടുകളുണ്ട് അത്രേ. അപ്പം ഇന്ത്യ പാട്ടാണ്. അത് ഈ സംഗീത നാടക പാരമ്പര്യത്തിൽ നിന്നുണ്ടായി വന്നതാണ്. പക്ഷേ ഇന്ത്യ പാട്ടാണ്. ഇപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല സന്ദർഭങ്ങളെയും വിശദീകരിക്കാൻ, ഒരു പക്ഷേ ഒരു സിനിമയുടെ ആഖ്യാന ഘടനയ്ക്ക് വേണ്ട പോലെ വിശദീകരിക്കാൻ പറ്റാത്ത പലതിനെയും വിശദീകരിക്കുന്ന ഒരു ഘടകം കൂടിയായിട്ട് ഗാനം മാറുന്നുണ്ട്. പല സിനിമകളിലെയും ഗാന സന്ദർഭങ്ങൾ എന്ന് പറയുന്നത് ആ സിനിമയുടെ കഥാഗതിയിലെ നിർണായക മുഹൂർത്തങ്ങളോ പരിവർത്തന ദശകളോ ഒക്കെ ആയിട്ട് മാറുന്നു. അതുകൊണ്ട് സംഗീതത്തിൻ്റെ ഒരു പശ്ചാത്തല പ്രകൃതത്തിലല്ല, മറിച്ച് കഥാഗതിക്ക് അകത്താഴത്തിൽ ഉൾപ്പെട്ടിട്ടാണ് സിനിമാ ഗാനം നിലനിന്നത് എന്ന കാര്യവും ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗാനത്തിനുണ്ടാക്കാൻ കഴിയുന്ന സ്വാധീനതയുടെ പല മടങ്ങ് സ്വാധീനത പ്രമേയപരമായി ബന്ധങ്ങൾ കൊണ്ട് ഈ ഗാനത്തിന് കൈവരും. നമ്മളൊരു പാട്ട് കേൾക്കുമ്പോൾ പാട്ട് മാത്രമായിട്ടല്ല കേൾക്കുന്നത്, ഇതിൻ്റെ ഒരു അനുഭവ ലോകം വിപുലമായ ഒരു സിനിമാറ്റിക്കായ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് നമ്മളിത് കേൾക്കുന്നത്. അങ്ങനെയുള്ള ഒരു കേൾവി ഉണ്ടാക്കി തരുന്ന വലിയ ഒരു സംഗീത മണ്ഡലമാണ് വാസ്തവത്തിൽ ഈ ചലച്ചിത്ര സംഗീതത്തിൻ്റേത് എന്ന കാര്യം നമ്മൾ ഇവിടെ ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യമാണ്. ഇതിന് സദൃശ്യമായ മറ്റൊരു കാര്യമാണ് ഇതിലെ സാഹിത്യം എന്ന് പറയുന്നത്. ചലച്ചിത്ര ഗാനത്തിലെ സാഹിത്യത്തിലേക്ക് നോക്കിയാൽ സംഗീത സംസ്കാരത്തോളം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും
ഏതാണ്ട് മലയാളത്തിലെ കാവ്യ പാരമ്പര്യങ്ങളുടെ രചനാ സമ്പ്രദായങ്ങളുടെ വഴികളൊക്കെ ഏറിയും കുറഞ്ഞ് നമ്മുടെ ചലച്ചിത്ര സാഹിത്യത്തിലേക്കും വന്നിട്ടുണ്ട്. പതിഗഹനമായ തത്വചിന്താപരമായ ആലോചനകൾ നമ്മുടെ ചലച്ചിത്ര സാഹിത്യത്തിലുണ്ട്. വേണമെങ്കിൽ ഒരു ലേഖനത്തിൻ്റെ ആദ്യ വരിയാക്കാവുന്ന സാമൂഹ്യ പ്രസ്താവനകൾ പാട്ടുകളായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ വയലാറിന് അവാർഡ് കിട്ടിയ ആദ്യത്തെ പാട്ട് നിങ്ങൾ ആലോചിച്ചാൽ അറിയാമല്ലോ. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും ചേർന്ന് മണ്ണ് പങ്കുവെച്ചു. നറുക്ക് നേരെ എഴുതി കഴിഞ്ഞാൽ ഒരു ലേഖനത്തിൻ്റെ ആദ്യത്തെ വരിയാക്കാനും പ്രയാസമൊന്നുമില്ല. ഇത് അങ്ങനെയുള്ള ഇത് മുതൽ നമ്മുടെ ശങ്കരക്കുറുപ്പിൻ്റെ കവിതയുണ്ടല്ലോ, സാഗരഗീതം. ശ്രാന്തമമ്പരം നിതാഘോഷ്മള സ്വപ്നാക്രാന്തം ശ്രാന്തമാരബ്ധ ക്ലേശ രോമന്ധം മമസ്വാന്തം എന്ന അഭയത്തിലെ പാട്ടാണ്. അപ്പോൾ അതിലെ സംഗീതം ദക്ഷിണാമൂർത്തി സ്വാമിയായിരുന്നു അത്രേ. അപ്പോൾ സ്വാമിയുടെ അടുത്ത് ഇതാണ് വരി എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തപ്പോൾ അതേക്കുറിച്ച് ആരോ എഴുതിയാൻ വായിച്ചിട്ടുണ്ട്. സ്വാമി പറഞ്ഞു ഇതൊന്നും പാട്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ശ്രാന്തമമ്പരം നിതാഘോഷ്മള സ്വപ്നാക്രാന്തം എന്ന് കേട്ട ഒരാൾ ബോധം കെട്ട് വിടാൻ സാധാരണ നിലക്ക് അത്രയും മതിയല്ലോ. അതെങ്ങനെ സിനിമാ പാട്ടാക്കാൻ പറ്റും? സിനിമാ പാട്ടിന് ഒരു പരിമിത സ്വഭാവമുണ്ടല്ലോ. കനപ്പെട്ട വാക്കുകളോ വളരെ ഗഹനമായ അർത്ഥസൂചനകളോ ഒന്നുമില്ലാതെ ഒരു ഭാവഗാനാത്മകതയിലാണല്ലോ സിനിമാ ഗാനത്തിൻ്റെ പേര്. പക്ഷെ അതിനോടൊരു ബന്ധവുമില്ലാത്തതും എന്നാൽ മലയാളത്തിലെ ഏറ്റവും മഹിമയുറ്റ ഗാനങ്ങളിലൊന്നായിട്ട് ഈ പറയുന്ന ശ്രാന്തമമ്പരം മാറിത്തീരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഇപ്പോൾ ഭാസ്കരൻ മാഷാണെങ്കിൽ ഒരു പഴഞ്ചൊല്ല് മുതൽ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഇങ്ങേ തലപ്പിലുള്ള ഒരു ഭാഷാരൂപങ്ങളെ വരെ. ഇപ്പോൾ നാഴൂരിപ്പാലുകൊണ്ട് നാടാകെ കല്യാണം എന്നതൊരു പഴഞ്ചൊല്ലാണ്. അതേ വടിവിൽ മാഷുണ്ടാക്കുന്ന അടുത്ത വരിയാണല്ലോ 4-5 തുമ്പ കൊണ്ട് മാനത്തൊരു പൊന്നോണം. ഇതിലേതാണ് പഴഞ്ചൊല്ല്, ഏതാണ് മാഷുണ്ടാക്കിയതെന്ന് വേർതിരിച്ചെടുക്കാൻ പാടാണ്. ഞാൻ പറഞ്ഞു വന്ന് ഇത്രയേ ഉള്ളൂ. പഴഞ്ചൊൽ വടിവ് മുതൽ ഗഹനമായ സാന്ദ്രമായ ക്ലാസിക്കൽ പദാവലികളുള്ള ശങ്കരക്കുറുപ്പിൻ്റെ കവിത വരെ, വയലാർ എഴുതിയ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറയുന്ന വളരെ ഫ്ലാറ്റായിട്ടുള്ള പ്രസ്താവനാ സ്വഭാവമുള്ള വരികൾ മുതൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ മനോഹരമായ വളരെ സൂക്ഷ്മധ്വനികളുള്ള, ഇപ്പോൾ കുമാരപിള്ള സാറിൻ്റെ കവിതയാകാം, ഹൃദയത്തിൻ രോമാഞ്ചം എന്നതുപോലുള്ള കവിതകളാകാം, വയലാറും ഭാസ്കരൻ മാഷും ONV-യും ഒക്കെ രചിച്ച മലയാളത്തിലെ ഭാവഗാനാത്മകതയുടെ പരമപദം എന്ന് വിളിക്കാവുന്ന ഗാനങ്ങളും ആകാം. അങ്ങനെ നോക്കിയാൽ വാസ്തവത്തിൽ നമ്മുടെ ഇപ്പോൾ സാമ്യമകന്നൊരു ഉദ്യാനം എന്ന് പറഞ്ഞ് കഥകളിയുടെ ഒരു പാരമ്പര്യത്തെയോ നമ്മുടെ താരാട്ടുപാട്ടിൻ്റെ പാരമ്പര്യങ്ങളെയോ ഇതിൻ്റെയൊക്കെ സാഹിത്യ സംസ്കാരത്തെ, ഒപ്പം തന്നെ വ്യത്യസ്ത മതവിഭാഗങ്ങളുടെ ഭാഷാപരമായ പ്രയോഗക്രമങ്ങളെ ഒക്കെ ഈ ചലച്ചിത്ര സാഹിത്യം പല നിലകളിൽ വിളക്കി ചേർക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു വന്ന പോയിൻ്റ് ഇത്രയേ ഉള്ളൂ. ചലച്ചിത്ര ഗാനത്തിൻ്റെ ഗാനപരവും ചലച്ചിത്ര ഗാനത്തിൻ്റെ സാഹിത്യപരവുമായ ഉള്ളടക്കത്തിലേക്ക് നോക്കിയാൽ ഇവ ഒരു ജനതയുടെ ആകമാനമുള്ള സാഹിത്യ സംഗീത പാരമ്പര്യങ്ങളെ പരമാവധി കൂടുതൽ ഉൾച്ചേർത്ത ഒരു ജനുസാണ് എന്ന് കാണാൻ പറ്റും. ചലച്ചിത്രഗാനത്തിൻ്റെ സവിശേഷതയായിട്ട് ഞാൻ കാണുന്നത് ആധുനിക സമൂഹത്തിൻ്റെ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ, ഏതാണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും ഈ ജനുസിനോളം ഇൻക്ലൂസീവായ ഉൾക്കൊള്ളൽ ശേഷിയുള്ള മറ്റൊരു ജനുസുമില്ല. നിങ്ങൾക്ക് നോവലിനെയോ നാടകത്തെയോ നിങ്ങൾ ഏത് ജനുസിനെ ആലോചിച്ചോളൂ, ഇത്രമേലൊരു ജനതയുടെ ജീവിതത്തിൻ്റെ വിവിധ വിധാനങ്ങളിലേക്ക് കടന്നു കയറാൻ കെൽപ്പുള്ള മറ്റൊരു ജനുസ് നമുക്ക് കാണാൻ പറ്റില്ല. ഇത്രമേലിനെ ഞാൻ പറയുള്ളൂ, 100% കടന്നു കയറി എന്നല്ല. പക്ഷേ നോവലിനാകട്ടെ, നാടകത്തിനാകട്ടെ, മറ്റേത് ജനുസിനും ആകട്ടെ, ഒരളവ് വരെ കേരളത്തിൽ ഈ ദൗത്യം അതിനു മുമ്പ് നിറവേറ്റിയതായിട്ട് എനിക്ക് തോന്നുന്നത് 1950കളിലെ നാടകവേദിയാണ്. 50കളിലെ നാടകവേദിക്ക് കുറഞ്ഞൊരളവിൽ ഈ സ്വാധീന ശക്തി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഒരു രാഷ്ട്രീയ നാടകവേദി ഒരു ഘട്ടത്തിൽ വലിയ തോതിൽ കേരളീയ സമൂഹത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു കയറിയിട്ടുണ്ട്. പക്ഷെ അപ്പോൾ പോലും അതിന് ചലച്ചിത്ര ഗാനത്തിൻ്റെ അത്രയും ഒരു സാർവത്രിക സ്വാധീനത ഉണ്ടായിട്ടില്ല. ഒന്ന്, അതിൻ്റെ പ്രകടമായ രാഷ്ട്രീയ മൂല്യങ്ങൾ, അതിൻ്റെ സമരോത്സുകത, ഇതിനോട് വൈമുഖ്യമുള്ള സാമൂഹ്യ വിഭാഗങ്ങൾ മറുഭാഗത്ത് അത്ര തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ സ്വാധീന ശക്തി, ചലച്ചിത്രഗാന സ്വാധീന ശക്തി എന്നുള്ളതല്ല ഞാൻ പറയണത്,
വ്യാപനശേഷി. ആ വ്യാപനശേഷി ചലച്ചിത്രഗാനം എന്ന ജനുസുമായി താരതമ്യപ്പെടുത്തുമ്പോൾ താരതമ്യേന പരിമിതമായിരുന്നു എന്ന് പറയാം. ചലച്ചിത്രഗാനത്തിന് മുമ്പോ പിമ്പോ ഇതേ അളവിലുള്ള ഒരു വ്യാപ്തി വാസ്തവത്തിൽ മറ്റൊരു ജനുസിന് കൈവന്നിട്ടില്ല എന്ന് പറയാം. ഈ വ്യാപ്തി കൈവരുന്നത് നമുക്കറിയാം യാദൃച്ഛികമായിട്ടല്ല. 1940 മുതൽ കേരളീയ സമൂഹത്തിന് വരുന്ന ഒരു സുപ്രധാന മാറ്റം അതുവരെ നാടുവാഴുത്തപരമായി അതിരുതിരിഞ്ഞ് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നോ അല്ലെങ്കിൽ വേണാടെന്നോ കോലത്തുനാടെന്നോ ഒക്കെയുള്ള പലതരത്തിലുള്ള നാടുവാഴുത്തപരമായ അതിരുകളും സ്വത്വബോധവും ഉണ്ടായിരുന്ന ഒരു ജനത അതിന് പുറത്ത് കടന്ന് ഒരു ആധുനിക ദേശീയ സമൂഹമായി, ഭാഷാദേശീയ സമൂഹമായി പരിണമിക്കാൻ വ്യഗ്രമായി നിൽക്കുന്നൊരു ഘട്ടമാണ് 30കളും 40കളും. 40കളിലാണ് ഐക്യകേരള പ്രസ്ഥാനം കേരളത്തിൽ വരുന്നത് എന്ന് നമുക്കറിയാം. അങ്ങനെ ഒരു ഏകീകൃത ജനതയാണ് എന്ന് കേരളീയർ സ്വയം കാണുകയും ആ ഏകീകരണത്തിൻ്റെ ആധാര തത്വമായി ഭാഷയെ മുൻനിർത്തുന്ന ഒരു ഭാഷാദേശീയ ബോധം ശക്തിപ്പെടുകയും ഭാഷാദേശീയതയെ മുൻനിർത്തുന്ന സംസ്ഥാനത്തിന് വേണ്ടിയുള്ള രാഷ്ട്രീയ സമരങ്ങൾ പ്രബലമായി വരികയും ചെയ്യുന്ന ഒരു കാലത്താണ് വാസ്തവത്തിൽ 40കൾ 50കൾ എന്ന് പറയുന്നത്. 40കൾ നിങ്ങൾക്കറിയാം, ഐക്യകേരള പ്രസ്ഥാനവും അതിൻ്റെ വലിയ സമരങ്ങൾ നടക്കുന്ന കാലമാണ്. 50കളിൽ അത് ഉച്ചസ്ഥാനത്തെത്തുന്നു. 56 ഭാഷാടിസ്ഥാനത്തിൽ കേരള സംസ്ഥാനം നിലവിൽ വരുന്നു. ഈ ഘട്ടത്തിലെ ഒരു പ്രശ്നം, ഒരു ജനത ഞങ്ങൾ ഒന്നാണ് എന്ന് പറയുന്ന സമയത്ത് തങ്ങൾ ഒന്നാണ് എന്നതിനെ സ്ഥാപിച്ചെടുക്കാൻ പോകുന്ന വിഭവങ്ങൾ അവർക്ക് വേണം. ആ വിഭവങ്ങളിൽ ഏറ്റവും പ്രധാനം ഭാഷയാണ് എന്ന് നമുക്കറിയാം. പക്ഷേ ഭാഷ ഒന്നാണ് എന്ന് പറയുമ്പോഴും കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ 6 മലയാളിക്ക് 100 മലയാളം, അരമലയാളിക്ക് 1 മലയാളം, 1 മലയാളിക്കും മലയാളമില്ല എന്ന നിലയിൽ ഭാഷ സങ്കല്പനപരമായി ഒന്നായിരിക്കുകയും പ്രായോഗികമായി പലതായിരിക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഒരു സമൂഹം അതിൻ്റെ ഭൂതകാലത്തെയും അതിൻ്റെ സ്വത്വത്തെയും ഉറപ്പിച്ചു നിർത്താൻ പര്യാപ്തമായ സാംസ്കാരിക വിഭവങ്ങൾ തേടുന്ന ഒരു കാലമാണ് പൊതുവെ പറഞ്ഞാൽ ഭാഷാദേശീയതയെ മുൻനിർത്തുന്ന ദേശരാഷ്ട്ര നിർമ്മാണത്തിൻ്റെ ഘട്ടം. ലോകത്തുടനീളം അതിനെ മുൻനിർത്തിയുള്ള ഏറ്റവും ഗംഭീരമായ പഠനം എറിക് ഹോബ്സ്ബോമിൻ്റെ ഇൻവെൻറ്റിംഗ് ദ ട്രഡീഷൻ എന്നാണ്. അദ്ദേഹം ആ കൃതിക്ക് കൊടുത്ത പേര് തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്, ഇൻവെൻറ്റിംഗ് ട്രഡീഷൻ എന്നാണ്. കാരണം തങ്ങളെ ആകമാനം ഉൾക്കൊള്ളുന്നൊരു ഭൂതകാലത്തെ തങ്ങളായി തന്നെ കണ്ടെത്തിയിട്ട് അതിൻ്റെ പിന്തുടർച്ചയിലാണ് ഞങ്ങളിവിടെ ജീവിക്കുന്നത് എന്ന ഒരു ഏകതാബോധത്തെ ഭൂതത്തിൽ നിന്ന് നിർദ്ധാരണം ചെയ്തെടുക്കുകയാണ്. ഉണ്ടോ ഇല്ലെന്നുള്ളത് മറ്റു കാര്യം, ഭൂതത്തിൽ നിന്ന് നിർദ്ധാരണം ചെയ്യലാണ്. ഈ ഘട്ടത്തിലാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം കേരള ചരിത്രം ഉറയ്ക്കുന്നത്. അതുവരെ തിരുവിതാംകൂറിൻ്റെ ചരിത്രം, കൊച്ചിയുടെ ചരിത്രം അല്ലെങ്കിൽ മലബാറിൻ്റെ ചരിത്രം എന്നതിൽ നിന്ന് മാറി 40കളാകുമ്പോൾ മലയാളിയുടെ അടിസ്ഥാന ഭാവനയിലേക്ക് കേരളം കയറി വരുന്നു. 1.25 കോടി മലയാളികൾ വരുന്നു, അല്ലെങ്കിൽ കേരളം മലയാളികളുടെ മാതൃഭൂമി വരുന്നു. കേരളത്തിനൊരു പൊതുഭൂതകാലം 950കളിൽ എളംകുളം കുഞ്ഞമ്പിള്ള അദ്ദേഹത്തിൻ്റെ അന്വേഷണങ്ങളിലൂടെ കണ്ടെത്തി, ശാസനങ്ങളൊക്കെ വ്യാഖ്യാനിച്ചെടുത്ത് ഒരു 2ാം ചേര സാമ്രാജ്യം എന്ന് പറയുന്ന ഒരു സംഗതിയെ മൂപ്പര് വളരെ പ്രയാസപ്പെട്ട് ഉണ്ടാക്കിയെടുക്കുകയുണ്ടായി. ഈ 2ാം ചേര സാമ്രാജ്യം എവിടെയാണെന്ന് കണ്ടെത്താൻ പിന്നെ ആരും അന്വേഷിച്ചിട്ട് കഴിഞ്ഞിട്ടില്ല. എങ്കിലും ആ കാലത്ത് അത് വലിയൊരു ആവശ്യമായിരുന്നു. കാരണം മലയാളിയുടെ അപ്പുറത്ത് ചോള സാമ്രാജ്യം, പാണ്ഡ്യ സാമ്രാജ്യം, ഗുപ്ത സാമ്രാജ്യം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സ്വത്വാഭിമാനത്തിന് ഭൂതകാലത്തിൽ നിന്നൊരു വലിയ ആരൂഢത്തെ ഉറപ്പിച്ചു കൊടുക്കാനായിട്ട് എളംകുളത്തിന് കഴിഞ്ഞു എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ 40കൾ മുതൽ 60കൾ വരെയുള്ള ഒരു 2 പതിറ്റാണ്ടിനിടയിൽ വാസ്തവത്തിൽ ഇങ്ങനെ ഒരു പൊതുദേശീയ സമൂഹമായി രൂപാന്തരപ്പെടുകയും ആ ദേശീയ സമൂഹമായുള്ള രൂപാന്തരീകരണത്തിൻ്റെ പരിവർത്തനത്തിൻ്റെ ഘട്ടത്തിൽ തങ്ങൾക്കെല്ലാവർക്കും ബാധകമായ ഒരു പൊതുഭൂതകാലത്തെ വെർട്ടിക്കലായി കണ്ടെത്തുക, ലംബമാനമായൊരു പൊതുഭൂതകാലത്തെ കണ്ടെത്തുക, തിരശ്ചീന തലത്തിൽ തങ്ങളെല്ലാവരും പങ്കുചേരുന്ന സാംസ്കാരിക വിഭവങ്ങളെ കണ്ടെത്തുക. അങ്ങനെ ലംബമാനമായി കാലത്തിൽ തങ്ങൾക്ക് ആഴമുറപ്പിക്കുക, തിരശ്ചീനമായി തങ്ങളെ മുഴുവൻ കൂട്ടിയിണക്കുന്ന ഒരു പൊതുജീവിത മൂല്യത്തെ, അനുഭവ മണ്ഡലത്തെ കണ്ടെത്തുകയും ചെയ്യുക. ഈ പൊതുജീവിത മൂല്യത്തെ കണ്ടെത്താൻ ഏറ്റവും സഹായകമായത് ഭാഷയാണെങ്കിലും ഭാഷയുടെ മൗലിക പ്രകൃതം തന്നെ ഭാഷാഭേദങ്ങളുടേതാണ് എന്ന് വരുന്നത് കൊണ്ട് തന്നെ ഭാഷയ്ക്കപ്പുറം
പൊതുവായ സാംസ്കാരിക വിഭവങ്ങൾ തേടാനുള്ള ഒരു ആവശ്യം അന്ന് ചരിത്രപരമായിട്ടുണ്ട്. പല വിഭവങ്ങൾ കൊണ്ടും ഇത് പൂർത്തീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പൊതുവിൽ കലാചരിത്രം എന്ന് പറയുന്നത് കലയുടെ ചരിത്രം എന്നതിനേക്കാൾ ദേശരാഷ്ട്രത്തിൻ്റെ ചരിത്രത്തിലേക്ക് കലയെ കുത്തിക്കടത്തുന്നതാണ് കലാചരിത്രം. അല്ലാതെ കലയ്ക്ക് രാഷ്ട്രചരിത്രവുമായിട്ട് നേർക്ക് നേരെയുള്ള ഒരു ബന്ധമൊന്നും ഉണ്ടാവില്ല. നമ്മളിപ്പോൾ കേരള ചിത്രകല എന്ന് പറയുന്നത് കേസരി ബാലകൃഷ്ണപിള്ള അതേക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ എന്താ പറയുക, ചുമർ ചിത്രങ്ങളിൽ തെളിയുന്ന രേഖാസമ്പ്രദായം പ്രാചീന പേർഷ്യക്കാരുടെ രേഖാസമ്പ്രദായത്തിൻ്റെ തുടർച്ചയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ നമ്മളെപ്പോഴെങ്കിലും നമ്മുടെ പാരമ്പര്യം ഈ പ്രാചീന പേർഷ്യൻ രേഖാചിത്രണ സമ്പ്രദായവുമായി ബന്ധമുള്ളതാണ് എന്ന് ചേർത്ത് വെച്ച് മനസ്സിലാക്കില്ല. മറിച്ച് ഒരു കണ്ടിന്യൂറ്റി, 8000 കൊല്ലം മുമ്പ് എടക്കൽ ഗുഹയിൽ വരച്ച വരകൾ, അതിനുശേഷം പലയിടങ്ങളിലായി വന്ന പലതരം വരകൾ, ഈ വരകളുടെ തുടർച്ചയിലേക്ക് വന്നാണ് അവസാനം നമ്മൾ രാജാരവിവർമ്മയെയോ KCS പണിക്കരെയോ കണ്ടിട്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് വാസ്തവത്തിൽ കലാചരിത്രം എന്ന് പറയുന്നത്. ഇതിലുള്ളൊരു പ്രശ്നം എന്താണെന്നറിയോ? 8000 കൊല്ലം മുമ്പ് ഗുഹാഭിത്തിയിൽ ഒരു മനുഷ്യൻ വരയ്ക്കുന്ന വര ചിത്രമാണ് എന്ന് പറയുക, രവിവർമ്മ വരയ്ക്കുന്നതും ചിത്രമാണ് എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ നമ്മളവിടെ ചിത്രം എന്നതിനെ 3 ഘടകങ്ങളിലേക്ക് ചുരുക്കും: വര, വർണ്ണം, രൂപം. വരയും വർണ്ണവും രൂപവുമാണ് ചിത്രം. അതിനപ്പുറമുള്ള ഈ രചനാ സന്ദർഭങ്ങൾ, രചനയുടെ പ്രേരണകൾ, രചനയുടെ ഫലങ്ങൾ, ഇതിലേതെങ്കിലും ഒരു ഘടകത്തെ നിങ്ങൾ ഈ കലാവസ്തുവിനോട് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഗുഹാചിത്രത്തിൽ നിന്ന് രവിവർമ്മയിലേക്ക് ഒരു തുടർച്ചയുണ്ടാവില്ല. ഗുഹാചിത്രത്തെ ചിത്രമാക്കുന്നതും രവിവർമ്മയെ ചിത്രമാക്കുന്നതും അതിലെ രൂപപരമായ ഈ അമൂർത്തവൽക്കരണം കൊണ്ടാണ്. മൂർത്തമായൊരു ചരിത്ര സന്ദർഭത്തിലേക്ക് ഒരു കലാവസ്തുവിനെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ കലാവസ്തുവിന് മറ്റൊരു ഘടകത്തിലേക്ക് തുടർച്ച കിട്ടൂല. ഇപ്പോൾ ഗുഹയിൽ മനുഷ്യൻ വരയ്ക്കുന്ന എന്തിനാണ്? ഒന്നുകിൽ വേട്ടയ്ക്കുള്ള മുന്നൊരുക്കമായിട്ടായിരിക്കും, അല്ലെങ്കിൽ മന്ത്രവാദപരമായ ചില താല്പര്യങ്ങളെ മുൻനിർത്തിയിട്ടായിരിക്കും. അല്ലാതെ ആധുനികമായൊരു കലാവസ്തു നൽകുന്ന ലാവണ്യാനുഭൂതിയെ ലക്ഷ്യം വച്ചിട്ട് വരയ്ക്കുന്നില്ലല്ലോ. വ്യക്തമല്ലേ? ഗുഹാചിത്രം വരയ്ക്കുന്ന ഒരാൾ ഒന്നുകിൽ താൻ നടത്താനിരിക്കുന്ന വേട്ടയ്ക്കുള്ള ഒരു പ്രീ പ്ലാനിങ് പോലെയാണ്. ലെസ്വാക്സിലെ ചിത്രങ്ങളെക്കുറിച്ചൊക്കെ ധാരാളമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. കാരണം മനുഷ്യരൂപങ്ങൾ സിംബോളിക്കായിട്ട് വരയ്ക്കുക, മൃഗങ്ങളെ കഴിയുന്നത്ര റിയലിസ്റ്റിക് ആയിട്ട് വരയ്ക്കുക. അപ്പം മൃഗം എന്താണെന്ന് കണ്ടു മനസ്സിലാക്കുക. മനുഷ്യർക്ക് സ്വയം അറിയുന്നത് കൊണ്ട് അതിനെ പ്രതീകാത്മക സൂചനകളിലൂടെ സൂചിപ്പിച്ചു പോവുകയും ചെയ്യുക. അൾത്താമ്രയിലെ ലെസ്വാക്സിലെയൊക്കെ ഗുഹാചിത്രങ്ങളെ മുൻനിർത്തി അത്തരം ആലോചനകളൊക്കെ നമ്മുടെ കലാനിരൂപകന്മാർ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള പ്രേരണ, അല്ലെങ്കിൽ മന്ത്രവാദപരമായി ഒരു ചിത്രം താൻ വരച്ച് പൂർത്തിയാക്കിയാൽ, ഒരു പോത്തിൻ്റെ പടം വരച്ചാൽ പോത്തിനെ മായികമായി താൻ കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു എന്ന പ്രാചീന മനുഷ്യരുടെ വിശ്വാസമാണ് വരയുടെ പിന്നിലെ മറ്റൊരു താല്പര്യം എന്ന് പറയാറുണ്ട്. ഇതൊന്നുമല്ലല്ലോ രവിവർമ്മ വരയ്ക്കുമ്പോൾ ഉള്ളത്, അല്ലെങ്കിൽ ഇതൊന്നുമല്ലല്ലോ കളം വരയ്ക്കുമ്പോൾ ഉള്ളത്, ഇതൊന്നുമല്ലല്ലോ ചുമരിൽ, അമ്പല ചുമരിലോ പള്ളി ചുമരിലോ ചിത്രം വരയ്ക്കുമ്പോൾ ഉള്ളത്. അപ്പോൾ ഒരു ചിത്രത്തെ അതിൻ്റെ അബ്സ്ട്രാക്ഷനിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമാണ്, നിറവും വരയും രൂപവും എന്ന അമൂർത്ത ഘടകത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ മാത്രമാണ് ചിത്രം ചിത്രമായിട്ട് നിൽക്കുന്നത്. അല്ലാത്ത ഘടകങ്ങളിലൊക്കെ അത് മറ്റ് പലതിലേക്കും പോകും. അപ്പോൾ നമ്മൾ എന്തു ചെയ്യും? നമ്മൾ ഈ കലാവസ്തുവിൻ്റെ രൂപപരമായ ഘടകത്തെ കലയുടെ മൂർത്ത സന്ദർഭത്തിൽ നിന്ന് എടുത്തു മാറ്റുന്നതോടെ കിട്ടുന്നൊരു മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ കലയ്ക്ക് 8000 കൊല്ലത്തെ പഴക്കം കിട്ടും, 5000 കൊല്ലത്തെ പഴക്കം കിട്ടും. 5000 കൊല്ലത്തെ പഴക്കം കിട്ടുമ്പോൾ നമുക്ക് നല്ല അഭിമാനമായി, നമുക്ക് നല്ല പാരമ്പര്യമായി എന്നതാണ്. കാലത്തിലൊരു തുടർച്ച കിട്ടും. അതുകൊണ്ട് ആധുനികതയുടെ ഘട്ടത്തിൽ ലോകമെമ്പാടും നടന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഓരോ സമൂഹങ്ങളും അവരവരുടേതായ ഈ ദീർഘകാല കലകളെയും കലാചരിത്രത്തെയും സ്ഥാപിച്ചെടുക്കാൻ ശ്രമിച്ചു എന്നതാണ്. ഇത് വെർട്ടിക്കലായി സംഭവിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ മുഴുവൻ മനുഷ്യരും പങ്കുചേരുന്ന സാംസ്കാരിക അനുഭവങ്ങളെ സൃഷ്ടിക്കുക എന്നത് മറ്റൊരു കാര്യമാണ്. അത് ഭാഷ ഒരു ഘടകമാണ്. പക്ഷേ ഭാഷയിലെ വൈരുദ്ധ്യങ്ങളുണ്ട്. ഈ വൈരുദ്ധ്യങ്ങളെ കൂടി പരിഹരിക്കാൻ പോന്ന മട്ടിൽ മുഴുവൻ ആളുകൾക്കും ചേർന്ന് നിൽക്കാൻ കഴിയുന്ന സാംസ്കാരിക വിഭവങ്ങൾക്ക് വേണ്ടിയുള്ള ആവശ്യം ഉയർന്നു വരും.
ഈ സത്യത്രായി അങ്ങോട്ട് ചേർത്ത് പറയുന്നില്ലെങ്കിലും അദ്ദേഹത്തെ പിൻപറ്റിക്കൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇങ്ങനെ ആധുനികമായൊരു ദേശരാഷ്ട്ര ഭാവന ഉയർന്നു വരുന്ന സമയത്ത് ആ ദേശരാഷ്ട്ര ഭാവനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപകരണമായിട്ട്, ഒരു അനുഭവ മണ്ഡലമായിട്ട് ഒരുപക്ഷെ കേരളത്തിൽ പ്രവർത്തിക്കാൻ കെൽപ്പുണ്ടായ ഒന്ന് ചലച്ചിത്രഗാനം എന്ന ജനുസാണ്. നിർഭാഗ്യവശാൽ ചലച്ചിത്രഗാനം എന്ന ഈ ജനുസിനെ നമ്മുടെ സാഹിത്യത്തിൻ്റെ ചരിത്രത്തിലോ നമ്മുടെ കലയുടെ ചരിത്രത്തിലോ നമ്മൾ വേണ്ട പോലെ ഒരു നിലയ്ക്കും പരിഗണിച്ചിട്ടില്ല. ഇപ്പോൾ ചലച്ചിത്രഗാനം എന്ന ജനുസ് നമ്മുടെ സാഹിത്യ ചരിത്രത്തിൽ ഒരേ ഒരു സാഹിത്യ ചരിത്രത്തിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്, TM ചുമ്മാറിൻ്റെ പദ്യസാഹിത്യ ചരിത്രത്തിൽ മാത്രമാണ്. ഈ അനന്തപുര വർണ്ണനം പോലെ മലയാളത്തിലെല്ലാം കൂടി 1000 പേര് ഇക്കാലം വരെ വായിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ലാത്ത ഒരു കൃതിക്ക് നമ്മൾ എല്ലാ സാഹിത്യ ചരിത്രങ്ങളിലും ഇടം കൊടുക്കുന്നുണ്ടെങ്കിൽ നേരെ തിരിച്ച് കോടിക്കണക്കിന് ആളുകൾ കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായി കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ടുകളും അതിൻ്റെ അനുഭവമണ്ഡലവും രൂപപ്പെടുത്തിയ ഒരു സാഹിത്യത്തെ നാം സാഹിതീയമായി ഇനിയും പരിഗണിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ എന്നൊരു വൈരുദ്ധ്യമുണ്ട്. അത് നിൽക്കട്ടെ. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ചലച്ചിത്രഗാനം എന്ന ഒരു ജനുസ് ആധുനികമായ ദേശരാഷ്ട്ര ഭാവനയുടെ താല്പര്യങ്ങളെ ആകാവുന്നത്ര ഉൾക്കൊള്ളാൻ കഴിഞ്ഞ, അത്രമേൽ ഇൻക്ലൂസീവായ ഉൾക്കൊള്ളൽ ശേഷിയുള്ള ഒരു ജനുസായിട്ട് 50കളോടെ വികസിച്ചു വരാൻ തുടങ്ങിയെന്ന് പറയാം. അതിൻ്റെ ഉച്ചസ്ഥാനത്തേക്ക് അത് എത്തുന്നത് പിന്നീടാണ്. പക്ഷേ 20-ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതി ഈ ജനുസിൻ്റെ സവിശേഷമായ ഒരു നിലനിൽപ്പിൻ്റെ കാലമാണ്. ഒപ്പം തന്നെ 2-3 കാര്യങ്ങൾ കൂടി ഇവിടെ പറയണം. അതിലൊന്ന്, ഇങ്ങനെ ഒരു ജനുസ് ഉണ്ടായതുകൊണ്ട് മാത്രം അതിന് നിലനിൽക്കാൻ പറ്റില്ല. ആ ജനുസിലൂടെ ആവിഷ്കൃതമാകുന്ന കലാരൂപത്തിന് ജീവിതത്തിൻ്റെ എല്ലാ കീഴ്ത്തലങ്ങളിലേക്കും കടന്നു പോകാൻ പറ്റണം. അങ്ങനെ കടന്നു പോകാൻ പറ്റുന്ന മട്ടിൽ സാങ്കേതിക വിദ്യയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ഈ ഘട്ടത്തിലാണ്. ലളിതമായി പറഞ്ഞാൽ റേഡിയോ നിലയങ്ങളും ഗ്രാംഫോൺ റെക്കോർഡുകളും വരുന്നു. റേഡിയോ നിലയങ്ങളും ഗ്രാംഫോൺ റെക്കോർഡുകളും ചെയ്തൊരു മാറ്റം എന്താണെന്ന് വെച്ചാൽ, മുമ്പ് ഒരു പാട്ട് എന്ന് പറയുന്നത് പാട്ടുകാരൻ പാടുമ്പോൾ കേൾക്കുന്നതാണെങ്കിൽ ഇത് എവിടെയും കേൾക്കാവുന്ന ഒന്നായി അത് പാട്ടിനെ മാറ്റി. എവിടെയും കേൾക്കാവുന്ന ഒന്നായിട്ട് പാട്ടിനെ മാറ്റുകയും ജീവിതത്തിൻ്റെ ഏത് പ്രതലത്തിലും പാട്ടെത്തുകയും ചെയ്യുന്നു. അതൊരു പൊതുസമ്മേളനമാകാം, അതൊരു ഉത്സവമാകാം, അത് ഏത് ചടങ്ങുമാകാം, എവിടെയും പാട്ടുണ്ട്, എവിടെയും അത് എത്തിച്ചേരാം. അങ്ങനെ ജീവിതത്തിൻ്റെ സർവ്വവിധാനങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു ആഭ്യന്തരമായ വഴക്കമുള്ളതുപോലെ സാങ്കേതികമായ ഈ സവിശേഷത കൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ വിധാനങ്ങളിലേക്കും നുഴഞ്ഞു കയറാനും ഈ ജനുസിന് കഴിയുന്നു. ടെക്നോളജിയുടെ ഒരു വലിയ സാധ്യതയാണ്. ടെക്നോളജി വാസ്തവത്തിൽ നമ്മുടെ കലാരൂപങ്ങളിൽ എല്ലാ കാലത്തും സ്വാധീനം ചെലുത്തുന്നുണ്ട്. സങ്കേതമെന്ന് പറയുന്നത് വാസ്തവത്തിൽ കലയുടെ ഉള്ളടക്കത്തെ വലിയ തോതിൽ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കച്ചേരി സമ്പ്രദായം വന്നപ്പോൾ നമ്മുടെ ആലാപന പദ്ധതിക്ക് എന്ത് മാറ്റം വന്നു എന്ന് അതേക്കുറിച്ച് ആലോചിച്ചവർ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. ഞാനത് അടുത്ത ദിവസങ്ങളിൽ പരാമർശിക്കാം. അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ 60കളോടെ വികസിച്ചു വന്ന ആകാശവാണി നിലയങ്ങളുടെ, ഇപ്പോൾ 1943 മാർച്ചിലാണ് തിരുവാങ്കൂർ റേഡിയോ നിലവിൽ വരുന്നത്. 1950 ഏപ്രിൽ 1-ാം തീയതി അത് AAR ആയി. 50 മെയ് 14-ാം തീയതി കോഴിക്കോട് നിലയം വന്നു. 56 നവംബറിൽ തൃശ്ശൂർ നിലയം വന്നു. 66 മാർച്ചിലാണ് കേരളത്തിൽ വിവിധ ഭാരതി പ്രവർത്തിക്കാൻ തുടങ്ങിയത്. ഇതിൽ ഒരു രസമുള്ളൊരു കാര്യം കൂടി പറയാം കേട്ടോ. അതായത് വിവിധ ഭാരതി 1952 പ്രവർത്തിച്ചു തുടങ്ങിയ സമയത്ത്, ആകാശവാണി പ്രവർത്തിച്ചു തുടങ്ങിയ സമയത്ത് ആദ്യത്തെ വാർത്താ പ്രക്ഷേപണ മന്ത്രിയായിരുന്ന നെഹ്റു മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന BV കസ്കർ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ പാട്ട് 10% കൂടാൻ പാടില്ല, ലളിതഗാനങ്ങൾ, സിനിമാ പാട്ടുകൾ. കാരണം പാട്ട് പൊതുവെ മോശമാണെന്നാണ് കസ്കർ കരുതിയത്. ആളുകളെ വഴിതെറ്റിക്കുന്ന ഒരു ഏർപ്പാടാണ് ഈ പാട്ട്. അതുകൊണ്ട് മൊത്തം സംപ്രേഷണത്തിൻ്റെ 10%-ലപ്പുറം പാട്ടുണ്ടാവാൻ പാടില്ല എന്ന് മൂപ്പര് നിർബന്ധം പിടിക്കുകയും അതേ സമയത്ത് സിലോൺ റേഡിയോ ഏതാണ്ട് 100% പാട്ടാവുകയും നാട്ടുകാർ മുഴുവൻ സിലോൺ റേഡിയോ കേൾക്കാൻ തുടങ്ങുകയും ഈ AAR കേൾക്കാൻ ആളില്ലാണ്ടായി തീർന്ന ഒരു സന്ദർഭത്തിൽ 1957 ആയപ്പോഴേക്കും ഈ നയം പരിഷ്കരിക്കുകയും സംഗീതത്തിന് വേണ്ടി മാത്രമായിട്ട് പ്രത്യേകമായ ഒരു ഭാഗം ആരംഭിക്കുകയും വിവിധ ഭാരതി എന്ന പേരിൽ അത് പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്തു. വാസ്തവത്തിൽ റേഡിയോയിലേക്ക് ആളുകളെ ഏറ്റവും കൂടുതൽ തിരിച്ചു കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി ഈ വിവിധ ഭാരതിയാണ്. അത് 60കളിൽ കേരളത്തിലെ ആകാശവാണി നിലയങ്ങളിലും വന്നു. ഒപ്പം തന്നെ ഈ ഘട്ടത്തിലാണ് ഗ്രാംഫോൺ റെക്കോർഡുകൾ വരുന്നത്. ഗ്രാംഫോൺ റെക്കോർഡുകൾക്കും വലിയൊരു സവിശേഷതയുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഈ സംഗീതത്തെ എവിടെ എത്തിക്കും
ഏത് നാട്ടിടവഴിയിലും ഒരു പാട്ടുണ്ടാവാം എന്നത് ഒരു വലിയ സാധ്യതയായിരുന്നു. ഒപ്പം തന്നെ ഞാനൊരു കാര്യം ഇവിടെ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ സാധ്യത നിലനിൽക്കുമ്പോൾ തന്നെ നമ്മുടെ കാലത്തേതുപോലെ സാങ്കേതികതയുടെ ഒരു വ്യാപനം കൊണ്ട് കലാവസ്തുവിന് ഒരു അതിപൂരിതത്വം കൈവന്നിട്ടില്ല. അതായത് ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കൂ, ഏതെങ്കിലും മലയാള സിനിമയിൽ നല്ലൊരു പാട്ട് വന്നാൽ നമ്മുടെ 10-15 ചാനലുകൾ ഒരു ദിവസം 15 തവണ വെച്ച് കാണിച്ച് ഒരാഴ്ച കൊണ്ട് നമ്മളെ വെറുപ്പിക്കും. പിന്നെ ജീവിതത്തിൽ നമ്മൾ ആ പാട്ട് കേൾക്കണ്ടെന്ന് തീരുമാനിക്കുന്ന അത്രയും ഇത് ആവർത്തിച്ച് അതിൻ്റെ കലാപരമായ ഒരു അമൂല്യതയെ അത് റദ്ദാക്കി കളയും. അതേസമയം മുമ്പ് ഉള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ കലയുടെ ഒരു വിസ്മയമൂല്യം നിലനിൽക്കുന്ന മട്ടിൽ തന്നെയാണ് ഈ സാങ്കേതികത നിന്നത്. നിങ്ങൾ എപ്പോഴാണ് ഒരു പാട്ട് കേൾക്കുക, ഏത് പാട്ടാണ് കേൾക്കുക എന്നത് അതിൻ്റെ ആകസ്മികത അവസാനിക്കുന്നില്ല. എപ്പോഴെങ്കിലും ഒരു വളവ് തിരിയുമ്പോൾ ആ ഒരു ജാഥയ്ക്ക് വേണ്ടി ഒരുക്കിയ യോഗത്തിൽ ഇന്നൊരു പാട്ട് കേൾക്കുന്നു, റേഡിയോയിൽ നിന്ന് പൊടുന്നതിന് ഒരു പാട്ട് വരുന്നു. കല നൽകുന്ന ഒരു വിസ്മയമൂല്യമുണ്ടല്ലോ, ആ വിസ്മയമൂല്യം അത് പകരുന്ന ഒരു ആകസ്മികതയുടെ സൗന്ദര്യം അത് റദ്ദായിപ്പോയിട്ടില്ലായിരുന്നു. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിപൂരിതമായി തീരുന്നതോടെ വാസ്തവത്തിൽ ആവർത്തിച്ച് അത് അർത്ഥം തേഞ്ഞു പോകുന്ന ഒന്നായി തീരും എന്ന ഒരു പ്രശ്നം ഉണ്ട്. അപ്പം അങ്ങനെ ഒരു സാധ്യതയും ഒരുപക്ഷെ ഇന്ന് നാം നേരിടുന്ന വലിയൊരു പ്രതിസന്ധി അന്നുണ്ടായിരുന്നില്ല. ഒപ്പം തന്നെ ഒരു കാര്യം കൂടി പറയാം, മലയാളി ഈ പാട്ടുകൾ ഏറിയ പങ്കും ഒരു 90% കേൾക്കുകയാണ് ചെയ്തത്, കാണുകയല്ല ചെയ്തത്. കണ്ട പാട്ടും കേട്ട പാട്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഈ കണ്ട പാട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ദൃശ്യബിംബങ്ങൾ കൊണ്ട് പാട്ടിനെ സ്ഥിരപ്പെടുത്തും. കേട്ട പാട്ടാകട്ടെ നിങ്ങൾ കേൾവിയിൽ ഉള്ള ഒരു അമൂർത്തത അത് അവശേഷിപ്പിക്കും. ഞാനത് വേറൊരു നിലയിൽ പറയാം. ഇപ്പം ഖസാക്കിൻ്റെ ഇതിഹാസം ഒരാൾ സിനിമയാക്കാൻ തീരുമാനിച്ചാൽ അതിലെ അനന്യമായ വാങ്മയങ്ങളെ അയാൾ വിഷ്വലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നതോടെ ആ വാങ്മയങ്ങളൊക്കെ മരിച്ചു പോകും. ഇപ്പോൾ മൂങ്ങാങ്കോഴി കിണറ്റിൽ ചാടി മരിക്കുന്നു. സിനിമയിൽ കാണിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരാൾ വെള്ളത്തിൽ ചാടി മരിക്കുകയായിരിക്കും. മറിച്ച് വിജയൻ എഴുതുന്നത് അയാൾ കിണറ്റിലേക്ക് ഊളിയിട്ടു, ജലത്തിൻ്റെ വില്ലീസ് വടുതുകൾ വകഞ്ഞു മാറ്റി ആഴത്തിലേക്ക് എന്ന് പറയുന്നു. സായാഹ്ന യാത്രകളുടെ അച്ഛ, മന്ദാര ഇലകൾ ചേർത്ത് തുന്നിയ പുനർജനിയുടെ കൂട് വിട്ട് ഞാൻ യാത്രയാവുകയാണ് എന്ന് പറയുന്നു. ഭാഷയുടെ അനന്യമായ ധ്വനനശേഷിയെ നിലനിർത്തിയിട്ടാണ് വലിയ എഴുത്ത് നിൽക്കുക. ഈ അനന്യമായ ധ്വനനശേഷി ഒരു വാക്കിനെ പല പ്രകാരങ്ങളിലേക്ക് കൊണ്ടുപോകും. തിരിച്ച് വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് ആ വിഷ്വലിൻ്റെ അതിർത്തിയിലേക്ക് അത് വല്ലാതെ ഇതിനെ ചുരുക്കും. അതുകൊണ്ട് സത്യത്ത് റായ് പറയുന്നുണ്ട്, ഏറ്റവും മെച്ചപ്പെട്ട സാഹിത്യകൃതികൾ നിങ്ങൾ സിനിമയാക്കാൻ ശ്രമിക്കരുതെന്ന്. ഏറ്റവും മെച്ചപ്പെട്ട സാഹിത്യകൃതികളെ സിനിമയാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും മിക്കവാറും പരാജയപ്പെടുന്നതിൻ്റെ ഒരു കാരണം അത് എടുത്തവരുടെ ശേഷിക്കുറവല്ല, ദൃശ്യാത്മകതയുടെ ഭാഷ ധ്വനനശേഷിയും വാക്കിൻ്റെ ധ്വനനശേഷിയും ഒന്നല്ല. ഇത് നമ്മളുടെ സിനിമാ പാട്ടിലും നമുക്ക് കേൾക്കാൻ പറ്റും. നാം പഴയ ഗാനങ്ങൾ സുവർണ ഗാനങ്ങൾ എന്ന് വിളിക്കുന്നത് ആ സമൂഹവും പിൽക്കാല സമൂഹവും ഏറിയ പങ്കും കേട്ടത് കേൾക്കുകയാണ്, കാണുകയല്ല. കണ്ടാൽ സഹിക്കില്ലല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പല പാട്ടും നമുക്ക് കണ്ടാൽ സഹിക്കില്ല. അമ്മാതിരി അഭിനയവും അമ്മാതിരി ആവിഷ്കാരവും ഒക്കെയാണ്. ഇന്ന് നമുക്ക് പലപ്പോഴും കോമാളിത്തായിട്ട് തോന്നും. പക്ഷേ അവയൊക്കെ അനന്യമായ ഭാവനയുടെ ഒരു മണ്ഡലമായിട്ട് ആളുകളിൽ പ്രവർത്തിക്കുന്നു. ഞാൻ വേറൊരു നിലയ്ക്ക് പറഞ്ഞാൽ, ആധുനികതയുമായി ഇതിനുള്ള ഒരു ബന്ധം പറഞ്ഞാൽ, ഒരു വ്യക്തിയുടെ സ്വകാര്യവും വൈയക്തികവുമായ ആസ്വാദനത്തിൻ്റെ വിഭവമാകാൻ പോന്ന മട്ടിലുള്ള ഒരു അമൂർത്തത ഈ ഗാനങ്ങളിലുണ്ട്. അതായത് ഒരു പാട്ട് എല്ലാവരും ഒരേ പാട്ട് കാണുകയല്ല, ഓരോരുത്തരുമായി കേൾക്കുക. എല്ലാവരുടെ കേൾവിയെയും മുൻകൂറായി ഫ്രെയിം ചെയ്യുന്ന ഒരു ദൃശ്യമില്ല. ഞാൻ പറഞ്ഞത് വ്യക്തമാണെന്ന് കരുതുന്നു. എല്ലാവരുടെ കേൾവിയെയും മുൻകൂറായി ചിട്ടപ്പെടുത്താൻ പോകുന്ന ഒരു ദൃശ്യാത്മകതയില്ല. മറിച്ച് കേൾവിയിലൂടെ താന്താങ്ങളുടേതായ ഒരു വൈയക്തികതയെ ആസ്വാദനത്തിൻ്റെ കേന്ദ്രത്തിൽ നിലനിർത്താൻ ഈ കേൾവിയുടെ തലം സഹായിക്കുമായിരുന്നു. ആധുനികത എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയാവുന്നൊരു ഉത്തരം, പറ്റത്തിലൊരാളിൽ നിന്ന് ഒറ്റയ്ക്കൊരാളിലേക്കുള്ള മനുഷ്യാവസ്ഥയുടെ സംക്രമണമാണ് ആധുനികത. നാടുവാഴുത്തം മനുഷ്യരെ പറ്റങ്ങളാക്കുകയാണ് ചെയ്തത്. ആധുനികത മനുഷ്യരെ വ്യക്തികളാക്കുകയാണ്, ഒറ്റയാക്കി മാറ്റുകയാണ്. ഞാൻ ഇങ്ങനെ വ്യക്തിയുടെ അനന്യത എന്ന് പറയുന്നതിന് ഒരു അനുഭവമൂല്യം നൽകാൻ
വാസ്തവത്തിൽ ഈ ഗാനങ്ങൾക്ക് പലതരത്തിൽ കഴിഞ്ഞു, അതിൻ്റെ സാങ്കേതികതയ്ക്ക്. അപ്പോൾ ഒരു ഭാഗത്ത് മുഴുവൻ ആളുകളിലേക്കും കടന്നു പോകാൻ പറ്റുന്ന അതിൻ്റെ സാഹിത്യപരവും സൗന്ദര്യപരവും സാങ്കേതികവുമായ ശേഷി, മറുഭാഗത്ത് ഓരോ വ്യക്തിക്കും തൻ്റേത് മാത്രമായൊരു അനുഭൂതിയുടെ പ്രതലമായിട്ട് നിലനിർത്താൻ കഴിയുന്ന അതിൻ്റെ സ്വഭാവവിശേഷം. ഈ രണ്ട് ഘടകങ്ങളും വന്നതോടെ വാസ്തവത്തിൽ സാങ്കേതികതയും അതുപോലെ ദേശീയമായ അതിൻ്റെ ഒരു വ്യാപനവും കൈകോർത്ത് ഈ സാർവത്രികമായ ഒരു അനുഭവമണ്ഡലത്തിൻ്റെ മേഖലയായിട്ട് ചലച്ചിത്രഗാനം എന്ന ജനുസ് മാറിത്തീരുന്നു എന്ന് പറയാം. ഇതോടൊപ്പം ഒരു കാര്യം കൂടി പറയണം. ഈ ചലച്ചിത്രഗാനങ്ങളിൽ ഏറിയ പങ്കും രാഗാത്മകമായിരുന്നു എന്നത്. താളത്തേക്കാൾ കൂടുതൽ രാഗാത്മകതയിലേക്ക് നമ്മുടെ ചലച്ചിത്ര സംഗീതം തിരിയുന്നുണ്ട്. എഡ്വേർഡ് സെയ്ദ് ഈ രാഗാത്മകതയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം നടത്തുന്ന ഒരു നിരീക്ഷണം ശ്രദ്ധിക്കേണ്ടതാണ്. വി ക്യാൻ ലൊക്കേറ്റ് ദ സൈറ്റ് ഓഫ് ദ സോളിറ്ററി ആൻഡ് ഹൈലി ഇൻഡിവിജ്വലൈസ്ഡ് എക്സ്പീരിയൻസ് വിത്ത് ദ മ്യൂസിക് ഇൻ ദ വേരിയസ് അഫർമേഷൻസ് ഓഫ് മെലഡി. രാഗത്തിൻ്റെ ഭിന്ന ഭിന്നങ്ങളായ ഉറപ്പിക്കലുകളിൽ നമുക്ക് വ്യക്തിവൽക്കരണത്തിൻ്റെ ഒരു മണ്ഡലത്തെ, ഇൻഡിവിജ്വലൈസ്ഡ് എക്സ്പീരിയൻസസ്, വ്യക്തിവൽകൃതമായ അനുഭവങ്ങളുടെ ഒരു മണ്ഡലം സംഗീതത്തിൽ കൂടുതൽ തെളിയുന്നത് രാഗാത്മകതയോട് ബന്ധപ്പെട്ടാണ് എന്ന ഒരു കാര്യം അദ്ദേഹം സവിശേഷമായിട്ട് എടുത്തു പറയുന്നുണ്ട്. പാശ്ചാത്യ സംഗീതത്തിലെ രാഗാത്മകതയിലേക്കുള്ള അതിൻ്റെ ചില ഷിഫ്റ്റുകളെക്കുറിച്ചുള്ള ചർച്ചയുടെ സന്ദർഭത്തിലാണ് സെയ്ദി നിരീക്ഷണം നടത്തുന്നത്. ഒരുപക്ഷെ നമ്മുടെ ചലച്ചിത്രഗാനത്തിൽ നോക്കിയാൽ താളം ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഏകാഗിയായൊരു വ്യക്തിക്ക്, ഒറ്റ തിരിഞ്ഞ ഒരാൾക്ക് അയാളുടെ അനന്യമായ ഒരു അനുഭവ മൂല്യം എന്ന നിലയ്ക്ക് കേൾക്കാനും അതിൽ ധ്യാനാത്മകമായിട്ട് ലയിക്കാനും തന്നിൽ തന്നെ ചില അനുഭൂതികളെ ഉണ്ടാക്കിയെടുക്കാനും കഴിയുന്ന മട്ടിലുള്ള ഒരു സവിശേഷത വാസ്തവത്തിൽ ഈ രാഗാത്മക അതൊക്കെയുണ്ടായിരുന്നു. ഈ രാഗാത്മകത നമ്മുടെ ചലച്ചിത്ര ഗാനങ്ങളിൽ വേരുപിടിക്കുകയും ചെയ്തു. കൗതുകമുള്ളൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ആർ നന്ദകുമാർ കേരളത്തിലെ സംഗീത സംസ്കാരത്തെക്കുറിച്ച് എഴുതിയ പ്രബന്ധങ്ങളിൽ ഒന്നിൽ രസമുള്ളൊരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്ന 1970 എന്ന് പറയുന്നത് മലയാള സാഹിത്യത്തിലെ മോഡേണിസത്തിൻ്റെ പ്രഭാവകാലമാണ്. 1969 ഖസാക്ക് വരുന്നു, പിന്നെ ഇങ്ങോട്ട് മികുന്ദൻ, വിജയൻ, കാക്കനാടൻ അവരുടെയൊക്കെ പ്രധാന രചനകൾ വരുന്നു. 2 പതിറ്റാണ്ടെങ്കിലും മോഡേണിസം ഉച്ചസ്ഥായിയിൽ നിൽക്കുന്നതാണ്. അസ്തിത്വ ദുഃഖം അനുഭവിക്കുന്ന നായകന്മാർ വലിയ തോതിൽ തെക്കും വടക്കും നടക്കുന്നു, അവരെല്ലാം വ്യാകുലചിത്തരായിരിക്കുന്നു. എങ്കിലും നന്ദകുമാർ പറയണത് അവരൊക്കെ പാടിയിരുന്നത് പക്ഷേ യേശുദാസിൻ്റെ പാട്ടാണ് എന്ന്. ഇപ്പം മലയാളത്തിലെ ഏറ്റവും മനോഹരമായ ഭാവഗാനങ്ങളിൽ ഒന്ന് ഉത്തരായണത്തിലെയാണ്. ഉത്തരായണം നിങ്ങൾക്കറിയാമല്ലോ, അരവിന്ദൻ്റെ സിനിമയാണ്. ഹൃദയത്തിൻ രോമാഞ്ചം എന്ന കുമാരപിള്ള സാറിൻ്റെ വരിയാണ്. വാസ്തവത്തിൽ അസ്തിത്വപരമായ സംഭ്രാന്തികളെ ആവിഷ്കരിക്കുന്ന മോഡേണിസ്റ്റ് സെൻസിബിലിറ്റിയും കാൽപ്പനികമായ ഭാവഗാനാത്മകതയിൽ ആഴത്തിൽ വേരുപിടിച്ച് നിൽക്കുന്ന നമ്മുടെ ചലച്ചിത്രഗാന പാരമ്പര്യവും തമ്മിൽ അനുഭൂതിപരമായി ഒരു നിലയ്ക്കും ചേരുക വയ്യ. പക്ഷേ ഇവിടെ ചേർന്നു എന്ന് മാത്രമല്ല, ഈ അസ്തിത്വ വിഭ്രാന്തി അനുഭവിക്കുന്ന നായകന്മാരൊക്കെ തന്നെയും മിക്കവാറും ഈ ഭാവഗാനാത്മകതയുടെ ലോകത്ത് വളരെ സന്തോഷപൂർവ്വം ജീവിക്കുകയും ചെയ്തു. അതൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോഡേണിസത്തിനുള്ളിൽ തന്നെ വേണ്ടത്ര റൊമാൻറ്റിസിസം ഉണ്ട് എന്നതുകൊണ്ട് കൂടിയാണ് കേട്ടോ. നമ്മളതങ്ങനെ തിരിച്ചറിയുന്നില്ല എന്നേ ഉള്ളൂ. ഇപ്പോൾ ചങ്ങമ്പുഴയുടെ അതിപ്രസിദ്ധമായ വരിയുണ്ടല്ലോ, കപടലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയം ഉണ്ടായതാണൻ പരാജയം എന്ന ഒരു റൊമാൻറ്റിക്കായിട്ടുള്ള ഒരു പോയറ്റ് മാർട്ടിയർഡം, ഒരു കവിരക്തസാക്ഷിത്വം എന്ന ആശയം. ഈ കവിരക്തസാക്ഷിത്വത്തെ നിങ്ങൾക്ക് ബാലേന്ദ്രൻ്റെ കവിതയിൽ പോലും വേറൊരു നിലയിൽ കാണാം. ഇപ്പം മാപ്പുസാക്ഷിയിലോ മറ്റോ അല്ലേ, അറിയുമോ എന്നെ കരളിലാളുന്ന കവിതയുമായി കരുണ പെയ്യുന്ന മിഴികളുമായി കുരുതിയിലേക്ക് നയിക്കും പാതയിൽ നടന്നു പോയവൻ ദുരിതങ്ങൾക്ക് തൻ വ്യഥിത കൗമാരം ബലി കൊടുത്തവൻ എന്നത് ഐ ഫാൾ അപ്പോൺ ദ ത്രോൺസ് ഓഫ് ലൈഫ് ആൻഡ് ഐ ബ്ലീഡ് എന്ന് പറയുന്ന പഴയ വരിയുടെ ഒരു തരത്തിലുള്ള തിരിച്ചുവരവാണ്.
ഇല്ലേ? അല്ലെങ്കിൽ തൃക്കാക്കര തുറമുഖം മുതൽ കൊച്ചി വരെയുള്ള, തൃക്കാക്കര മുതൽ കൊച്ചി തുറമുഖം വരെയുള്ള വഴി നേർവര പോലെ വിശ്വാസം നിറഞ്ഞതായിരുന്നു എന്നത് പ്രാചീനമായ ഒരു നന്മയെക്കുറിച്ചുള്ള ഒരു കാൽപ്പനിക മോഹത്തെ കൂടി ഉൾക്കൊള്ളുന്നുണ്ടെന്ന്. ഞാനിതൊരു കുറ്റമായിട്ട് പറയല്ല. നമ്മുടെ മോഡേണിസം അതിൽ തന്നെ യൂറോപ്യൻ മോഡേണിസത്തിൻ്റെ ആവർത്തനമായിരുന്നില്ല. നമ്മുടെ മോഡേണിസത്തിന് നമ്മുടേതായ ആഴമേറിയ ചില അടിസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു എന്ന കാര്യമാണ് ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചാൽ ഈ നമ്മുടെ ഗാനസാഹിത്യം, ചലച്ചിത്ര ഗാനം എന്ന് പറയുന്നത് 3-4 ഘടകങ്ങളെ ഒരേ സമയത്ത് ഉൾക്കൊണ്ട ഒരു ജനുസാണ് എന്ന് പറയാം. ഒന്ന്, ഒരു നാഷണൽ പോപ്പുലറാകാൻ പോകുന്ന ഒരു സംഗീത രൂപം അതിനുണ്ട്. മറ്റൊന്ന്, ഈ നാഷണൽ പോപ്പുലാരിറ്റിയിലേക്ക് നയിക്കുന്ന സാഹിത്യപരമായ ഉള്ളടക്കമുണ്ട്. 3, സാർവത്രികമായ ഒരു നുഴഞ്ഞു കയറൽ ശേഷിയുള്ള, ഒരു ഇൻഫിൽട്രേഷന് പൊട്ടൻഷ്യലുള്ള സാങ്കേതികമായ ഒരു സന്ദർഭം അന്ന് ഉണ്ട്. 4, ആധുനികമായ വ്യക്തിബോധത്തോട് ആഴത്തിൽ വിനിമയം ചെയ്യാൻ കെൽപ്പുള്ള രാഗാത്മകതയുടെ ഒരു അനുഭവ പരിസരവും അതിന് ഉണ്ട്. ഈ 4 ഘടകങ്ങൾ ഒരുമിച്ച് ചേർന്ന് വന്ന ഇതേ കാലത്താണ് കേരളത്തിൽ പൊതുമണ്ഡലം വികസിച്ചു വരുന്നത് എന്ന് ഓർക്കണം. അതുവരെ ജാതിയാലും മതത്താലും മറ്റ് പലതുകൊണ്ടും വേർതിരിഞ്ഞ് നിന്നിരുന്ന സാമൂഹിക ജീവിത പരിസരങ്ങൾ ഇവയെല്ലാം കൂടിയിണങ്ങി നിൽക്കുന്ന ഒരു പൊതുമണ്ഡലമായിട്ട് മാറുന്നത് നമുക്കിക്കാലത്ത് കാണാനായിട്ട് പറ്റും. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പൊതുവിൽ ഈ പറയുന്ന ഒരു വൈരുദ്ധ്യങ്ങളുടെ ഒരു വലിയ ലോകം വാസ്തവത്തിൽ അടുത്ത ഒരു പ്രതലത്തിലേക്ക് നീങ്ങുന്നത്, ഇവയെ കൂടിച്ചേർത്ത് നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇനി നമ്മുടെ ചർച്ചയുടെ അവസാനത്തെ ഒരു ഭാഗത്തേക്ക് കൂടി ഞാൻ വരാം. എന്തുകൊണ്ട് യേശുദാസ് എന്നത്? ഞാനിതിപ്പോൾ യേശുദാസിൻ്റെ സംഗീത ജീവിതത്തെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ സ്വരസംസ്കാരത്തെക്കുറിച്ചോ ആലാപനശേഷിയെക്കുറിച്ചോ ഉള്ള വിലയിരുത്തലായിട്ടല്ല ഇത് പറയുന്നത്. അത് മ്യൂസിക്കോളജിയുടെ ഭാഗമാണ്. ഞാനിതിനെ ഒരു സംസ്കാര ചരിത്രത്തിൻ്റെ ഭാഗം എന്ന നിലയിൽ കാണാൻ ശ്രമിക്കുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യേശുദാസിന് മുമ്പ് ഒരു കൂട്ടം വലിയ ഗായകന്മാർ നമുക്കുണ്ട്. അത് ഇപ്പോൾ മെഹബൂബിനെ പോലെയോ മന്നാടയെ പോലെയോ ഒക്കെയുള്ള ആളുകൾ നമുക്ക് ഉണ്ട്. ഇവരുടെ ഒരു സവിശേഷത, ഇപ്പോൾ കമുറ പുരുഷോത്തമനെ പോലുള്ള ആളുകളുണ്ട്, അങ്ങനെ പല ഗായകന്മാരുമുണ്ട്. ഇവരെല്ലാം സവിശേഷ ഭാവങ്ങളുടെ പാട്ടുകാരായിരുന്നു എന്ന് പറയാം. ഇപ്പോൾ ഗഹനമായ കാര്യങ്ങൾ പാടാനായിട്ട് കമുറയാണ് വിളിക്കുക. ഏകാന്തതയുടെ അപാരതീരം എന്നെല്ലാം അദ്ദേഹം പാടും. മന്നാട് വേറൊരു കാര്യം പാടും, മെഹബൂബ് മൂന്നാമതൊരു കാര്യം പാടും, എം രാജ നാലാമതൊരു കാര്യം പാടും. ഓരോ അനുഭവങ്ങളുടെയും പാട്ടുകാർ ഓരോ തരമാണ്, ഓരോന്നിനും ഓരോ സ്വരമാണ്. വാസ്തവത്തിൽ 70കളിൽ സംഭവിച്ച, 60കളിലും 70കളിലും സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ വ്യത്യസ്തങ്ങളായ സ്വരസംസ്കാരങ്ങളെയും അവയുടെ അനുഭവ മൂല്യത്തിനും മുകളിൽ ഏകാത്മകമായ ഒരു കേവലമായ മാനകീകൃതമായ ഒരു ശബ്ദവും അതിൻ്റെ സ്വരസംസ്കാരവും മേൽക്കൈ നേടുന്നു എന്നതാണ്. ആ മേൽക്കൈയിലേക്ക് എത്തിച്ചേരാൻ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ദേശീയതയുടെ താല്പര്യങ്ങളുണ്ട്, സാങ്കേതിക വിദ്യയുടെ വളർച്ചയുണ്ട്, പല ഘടകങ്ങളുണ്ട്. ലളിതമായിട്ട് പറഞ്ഞാൽ അതുവരെ പലരായി പാടിയിരുന്ന പല പല ഗാനങ്ങൾ ഒരുമിച്ച് പാടുന്ന ഒരാളായിട്ട് യേശുദാസ് മാറുന്നു. അങ്ങനെ മാറാൻ പോകുന്ന മട്ടിൽ അദ്ദേഹത്തിന് ഒരു ഗാനവൈഭവം ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ കുറച്ച് കാണാൻ പാടില്ല. അല്ലെങ്കിൽ ഇത് ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാ പാട്ടുകളിലേക്കും, ഇപ്പോൾ ഭക്തിഗാനാകട്ടെ, പ്രണയഗാനാകട്ടെ, താരാട്ടാകട്ടെ, വിപ്ലവഗാനങ്ങളാകട്ടെ, മറ്റേത് തരം ഗാനങ്ങളുമാകട്ടെ, അതിലേക്കൊക്കെ സഞ്ചരിക്കുന്ന, എന്നാൽ അതിൻ്റേത് മാത്രമായി ഒരിക്കലും മാറാത്ത ഒരു ശബ്ദരൂപമായിട്ട് യേശുദാസിൻ്റെ ശബ്ദരൂപം മാറി. ഒരു നിലയ്ക്ക് പറഞ്ഞാൽ, ഇപ്പോൾ യേശുദാസിനെക്കുറിച്ച് പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ സംഗീത ശബ്ദത്തിന് ഒരു പോറലുമില്ല എന്ന് പറയും. വാസ്തവത്തിൽ ഒരു പോറലുമില്ല എന്നുള്ളത് മനുഷ്യപ്പറ്റില്ല എന്നുകൂടിയാണ്. കാരണം മാനുഷികമായ ശബ്ദത്തിനൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ചില പരിമിതികളുണ്ടാവും. റഹ്മാൻ പണ്ടൊരിക്കൽ പറയുന്നുണ്ട്, ആൻ എറർ ആഡ്സ് ദ ഹ്യൂമൻ ക്വാളിറ്റി ഓഫ് ദ വോയിസ് എന്ന് പറയും. ഒരു പോറൽ ശബ്ദത്തിൻ്റെ ഒരു മാനുഷിക മൂല്യത്തെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക. മറിച്ച് ഈ യാതൊരു പോറലും ഇല്ലാതെ വരുമ്പോൾ അതിൻ്റെ മാനുഷികമായ ഒരു സിറ്റുവേറ്റഡ് ആയിരിക്കുക എന്ന് നമ്മൾ പറയില്ലേ, ഒരു സ്ഥലത്ത്, ഒരു സവിശേഷ അനുഭവത്തിൽ, ഒരു സമൂഹത്തിൽ സിറ്റുവേറ്റഡ് ആയിരിക്കുക എന്നതിന് പകരം ഒരു തരത്തിലുള്ള അമൂർത്തമായ
ഒരു സ്വരസംസ്കാരത്തിലേക്ക് അത് എത്തിച്ചേരുകയുണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം. നന്ദകുമാറൊക്കെ ആ നിലയിൽ അതിനെ നിരീക്ഷിക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ അമൂർത്തമായി തീർന്ന ഒരു സന്ദർഭത്തെ സൂചിപ്പിക്കാനായിട്ടായിരിക്കും ആളുകൾ അറിഞ്ഞോ അറിയാതെയോ ഈ ഗാനഗന്ധർവൻ എന്ന് വിളിക്കുന്നതും. ഈ ഗന്ധർവത്തിൽ ഒരു നിലയ്ക്ക് മാനുഷികമായി അനുഭവമൂല്യത്തിൻ്റെ സവിശേഷതയുടെ ഒരു തിരോഭാവവും മറ്റൊരു സാർവത്രികതയുടെ ഉയർന്നു വരവും ഉണ്ട് എന്ന് പറയാം. ഇങ്ങനെ ഉയർന്നു വരുന്ന ഈ സ്വരം ഏതിൻ്റെ സ്വരമാണ്? ഞാൻ ഈ വിഷയത്തിൽ ഉന്നയിച്ചൊരു കാര്യമുണ്ടല്ലോ, കേരളീയ ആധുനികതയുടെ ആന്തരിക വൈരുദ്ധ്യങ്ങൾ എന്ന് പറയുന്നത്. എന്തായിരുന്നു കേരളീയ ആധുനികത ജന്മം നൽകിയ ഒരു ജീവിത മൂല്യം? ലളിതമായിട്ട് പറഞ്ഞാൽ നവോത്ഥാനാനന്തര കേരളം ജന്മം നൽകിയ മധ്യവർഗപരമായ ഗാർഹികത. ആ ഗാർഹികതയുടെ ഒരു വോയിസ് കൾച്ചറാണ് യേശുദാസിലൂടെ റിഫ്ലക്റ്റ് ചെയ്യപ്പെട്ടത്. രണ്ട് ഘടകങ്ങൾ പ്രധാനമാണ്. ഒന്ന്, ഏതെങ്കിലും ഒരു സവിശേഷ ജനവിഭാഗത്തിൻ്റെ മാത്രമായ അനുഭവ പരിസരത്ത് വേരില്ലായ്ക. അതുവഴി ഒരാദർശാത്മകമായ ഒരു ശബ്ദമായിരിക്കുക, ഒരാദർശാത്മക ശബ്ദം. ചരിത്രത്തിൽ വേറുള്ള, ചരിത്രത്തിൽ ആണ്ട് നിൽക്കുന്നൊരു ശബ്ദം എന്നതിനേക്കാൾ അതിന് പുറത്തേക്ക് വന്ന ഒരു ആദർശാത്മക സ്വരം ആയിരിക്കുക. രണ്ട്, സംശയരഹിതമായിട്ടും അതൊരു പുരുഷ സ്വരവും ആയിരിക്കുക. മറ്റ് ഭാഷയിൽ പറഞ്ഞാൽ ഒരു സവർണ സ്വരവുമാണ് ഒരു പുരുഷ സ്വരവും. ഇത് മധ്യവർഗ ഗാർഹികത ജന്മം നൽകിയ ഒരു മനുഷ്യ സങ്കല്പത്തിൻ്റെ തന്നെ സ്വഭാവമാണ്. കാരണം ആദർശ മനുഷ്യനായി വന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ സംശയരഹിതമായിട്ടും അത് പുരുഷനായിരുന്നു. ആദർശ മനുഷ്യനായിട്ട് വന്നത് സംശയരഹിതമായിട്ടും സവർണതയുടെ മൂല്യങ്ങൾക്കുള്ളിൽ നിലകൊള്ളുന്ന മനുഷ്യരായിരുന്നു. അവർ വ്യക്തിപരമായി സവർണരാണോ അല്ലേ എന്നുള്ളതല്ല, മറിച്ച് സവർണതയുടെ ഒരു മൂല്യവ്യവസ്ഥയാണ് അവരെ ആദർശ മനുഷ്യരാക്കിയത്. അപ്പോൾ ഈ സവർണനാദത്തിൻ്റെയും സുവർണമായൊരു പൗരുഷത്തിൻ്റെയും കോമ്പിനേഷൻ ആയിട്ട് യേശുദാസിൻ്റെ സ്വരസംസ്കാരം മാറുന്നുണ്ട് എന്നത് നമുക്ക് വേണമെങ്കിൽ കാണാൻ പറ്റും. ഇപ്പോൾ ബീഗം അക്തറെയും ലതാ മങ്കേഷ്കറെയും മുൻനിർത്തിയിട്ട് നടത്തിയ ചില പഠനങ്ങളിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബീഗം അക്തറിൻ്റെ ശബ്ദത്തിന് ലതാ മങ്കേഷ്കറുടേത് പോലെ ഒരു സ്വീകാര്യത വരാതിരുന്നതിൻ്റെ ഒരു കാരണം വിധേയത്വത്തിൻ്റെതായ ഒരു ശബ്ദം, ഒരു ഫെമിനൈൻ എന്ന് സങ്കല്പിക്കപ്പെടുന്നൊരു ക്വാളിറ്റി അല്ല അവരുടെ ഉള്ളത്. വളരെ ബലിഷ്ഠമായ, എന്തിനേയും ചലഞ്ച് ചെയ്യാൻ പോകുന്നൊരു ശബ്ദം ബീഗം അക്തറുടേതായിട്ടുണ്ട്. മറിച്ച് ലതാ മങ്കേഷ്കറുടേത് ഒരു മധ്യവർഗ ഗാർഹികതയുടെ കുലീന സ്ത്രീയുടെ വിധേയത്വത്തെ ഉൾക്കൊണ്ട് നിൽക്കുന്ന ഒരു ശബ്ദമാണ്. കർണാടക സംഗീതത്തിൽ രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞാൽ പട്ടമാളെയും MS-നെയും വേണമെങ്കിൽ ചേർത്ത് വയ്ക്കാം. MS-ൻ്റെ ശബ്ദത്തിൽ ഏതാണിനെയും എതിരിട്ട് നിൽക്കാൻ പോകുന്നൊരു ബലം നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ ഒരു ആദർശാത്മക സ്ത്രൈണ ശബ്ദം എന്ന് പട്ടമ്മാളുടെ ശബ്ദം പരിഗണിക്കപ്പെടില്ല എന്ന കാര്യം ഈ ബീഗം അക്തറും ലതാ മങ്കേഷ്കറും തമ്മിലുള്ള താരതമ്യം പോലെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് യേശുദാസിൻ്റെ സംഗീതത്തിനും ബാധകമായ ഒരു കാര്യമാണ്. വാസ്തവത്തിൽ ഒരു കാര്യം കൂടി ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ. ഈ യേശുദാസ് റെപ്രസെൻ്റ് ചെയ്യുന്ന വോയിസ് കൾച്ചറിൻ്റെ ഒരു തരത്തിലുള്ള വിഷ്വൽ റെപ്രസെൻറ്റേഷനായിട്ടാണ് ഈ നസീർ വന്നത്. അതുകൊണ്ടാണ് ഈ നാട്ടുകാർ കരുതിയിരുന്നുണ്ടല്ലോ ഇത് നസീർ തന്നെയാണ് പാടണമെന്ന്. അത് വെറുതെ വന്നതല്ല. കാരണം നസീർ റെപ്രസെൻ്റ് ചെയ്യുന്ന, അല്ല, ഈ ശബ്ദത്തിൻ്റെ വോയിസ് കൾച്ചറും നസീർ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു വിഷ്വൽ കൾച്ചറും തമ്മിൽ ഒരു അദൃശ്യമായ ബന്ധം നിലനിൽക്കുന്നുണ്ട്. ഒരു ആധുനിക മൂല്യങ്ങളുള്ള, ഒട്ടും തന്നെ എന്താ പറയുക, റൂഡല്ലാത്ത, റോനെസ്സില്ലാത്ത, പാരുഷ്യമില്ലാത്ത, പരുക്കനില്ലാത്ത, ചരിത്രത്തിൽ അങ്ങനെ കൃത്യമായി വേരുപിടിച്ച് നിൽക്കുന്ന ഒരാളല്ലാത്ത ഒരു നായകബിംബം നമുക്ക് പ്രേം നസീറിൽ കാണാമെങ്കിൽ ആ നായകൻ്റെ ശബ്ദസ്വരൂപത്തെ നമുക്ക് യേശുദാസിലും കാണാൻ പറ്റും. ഇത് അവരുടെ കുറ്റമായിട്ട് പറയാമല്ലോ കേട്ടോ. നമ്മുടെ നാട്ടിൽ യേശുദാസിനെ കുറിച്ചുള്ള പഠനങ്ങളിൽ വരുന്ന എനിക്ക് എപ്പോഴും ഒരു വിപ്രതിപത്തി തോന്നിയിട്ടുള്ള കാര്യം, ഇത് മൂപ്പര ചീത്ത പറയലാണ് പ്രധാന പണി. വാസ്തവത്തിൽ നമ്മൾ കേട്ടിട്ടാണ് മൂപ്പരുണ്ടായത്, അല്ലാതെ മൂപ്പര് പാടിയതുകൊണ്ടല്ല. നമ്മളെല്ലാം കേട്ടു, നമ്മളെല്ലാം രസിച്ചു, നമ്മൾ ആസ്വദിച്ചു, നമ്മളതിൽ ആണ്ടുമുഴുകി ജീവിച്ചു. അപ്പോൾ പാട്ട് വലുതായി. അപ്പോൾ കേട്ട നമ്മൾ കൂടി ചേർന്നാണ് പാട്ടുണ്ടാക്കുന്നത്. പാടിയ ഒരാൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതല്ല പാട്ട്.
അതുകൊണ്ട് വാസ്തവത്തിൽ ഇത് നമ്മുടെ ഒരു സംസ്കാര ചരിത്രത്തിൻ്റെ ഒരു വൈരുദ്ധ്യമായിട്ട് ഞാൻ പറയുന്നത്, വാസ്തവത്തിൽ നവോത്ഥാനാനന്തര നവോത്ഥാനാനന്തര ആധുനികത ജന്മം നൽകിയ ഡൊമൈൻ ഏതായിരുന്നു? 3 കാര്യങ്ങൾ പറയാം. ഒന്ന്, അത് ഒരു ഗാർഹിക മണ്ഡലമാണ്, ഒരു തൊഴിൽ മണ്ഡലമല്ല, ഒരു ഗാർഹിക മണ്ഡലമാണ്. 2, അതൊരു പുരുഷകേന്ദ്രിത മണ്ഡലമാണ്. 3, അതിൻ്റെ മൂല്യവ്യവസ്ഥ ബ്രാഹ്മണികമാണ്. ഈ ആദർശാത്മകമായ മൂല്യവ്യവസ്ഥയോടും അതിൻ്റെ സ്ഥല പ്രകൃതത്തോടും അതിൻ്റെ പുരുഷ മൂല്യങ്ങളോടും ഒത്തുപോകുന്ന ഒരു ശബ്ദസ്വരൂപമായിട്ടാണ് യേശുദാസിൻ്റെ ശബ്ദം വന്നത്. അതുകൊണ്ട് നവോത്ഥാനാനന്തര ആധുനികതയുടെ ഒരു മാതൃകാബിംബമായിട്ട് അദ്ദേഹം ഉയർന്നു വരികയും, എന്നാൽ നവോത്ഥാനാനന്തര ആധുനികതയുടെ അഴകത്തുള്ള വൈരുദ്ധ്യങ്ങൾ തെളിഞ്ഞു തുടങ്ങുന്ന 1990-കൾക്ക് ശേഷമുള്ള കാലത്ത് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളോട് പലതരത്തിലുള്ള വിപ്രതിപത്തികൾ ഉയരുകയും ചെയ്തു. കാരണം തദ്ദേശീയ സമൂഹങ്ങൾ തങ്ങളുടെ സ്വത്വത്തെ സവിശേഷമായി തിരിച്ചറിഞ്ഞു തുടങ്ങിയ ഘട്ടത്തിൽ അവർ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ പാട്ട് ഞങ്ങളുടേതല്ല എന്നാണ്. ഇപ്പോൾ യേശുദാസിനെതിരായ കഴിഞ്ഞ 2 പതിറ്റാണ്ട് കാലത്തെ വിമർശനങ്ങളുടെ പിന്നിലുള്ളത് വാസ്തവത്തിൽ യേശുദാസിനോടുള്ള വ്യക്തിപരമായ വിമർശനങ്ങളൊന്നുമല്ല, മറിച്ച് ഒരു സമൂഹം അതിൻ്റെ വൈവിധ്യപൂർണമായ സ്വത്വത്തെ തിരിച്ചറിയാൻ ശ്രമിക്കുന്നതോടെ ഏകാത്മകമായൊരു സ്വരസംസ്കാരത്തോട് അവർക്കിടയേണ്ടതായി വരും. ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത് പല സ്വരങ്ങളാണ്, പല ഗാന സംസ്കാരങ്ങളാണ്, അത് പാടുന്ന പല പല പാട്ടുകാരാണ്, എല്ലാം പാടുന്ന ഒരാളല്ല. ഇപ്പം കേരളത്തിൽ അങ്ങനെയായിരുന്നില്ല. അമ്പലപ്പറമ്പിലെ ആരാമത്തിലെ ചെമ്പരത്തി പൂവേ എന്ന പാട്ട് എൻ്റെ ഓർമ്മ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയ പാട്ടാണ്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, എന്തിനേയും ഈ പ്രകാരത്തിലേക്ക് കൊണ്ടുവരാനും അതെല്ലാം പാടാനായിട്ട് യേശുദാസും എന്ന നിലയിലുള്ള ഒരു ഏകാത്മകവൽക്കരണത്തിൻ്റെ യുക്തി ഒരു 4 പതിറ്റാണ്ട് അതിപ്രബലമായി നിന്ന ഘട്ടത്തിലാണ് ആ വോയിസ് കൾച്ചറിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് യേശുദാസ് ഉയർന്നു വന്നത്. ഇപ്പോഴാകട്ടെ നമ്മുടെ സാമൂഹ്യ ചരിത്രത്തിൻ്റെ പരിണാമം അങ്ങനെ ഏകാത്മകമായൊരു സ്വരത്തെ ഇനി അങ്ങോട്ട് നിലനിർത്താൻ അനുവദിക്കില്ല. ഞാനൊരു കാര്യം കൂടി പറഞ്ഞത് അവസാനിപ്പിക്കാം. യേശുദാസിനേക്കാൾ വലിയ ഗായകർ നല്ല ഗായകർ നമുക്കുണ്ടായാലും യേശുദാസ് കൈവരിച്ച ഈ സാമൂഹ്യ പദവി കൈവരിച്ച ഒരു ഗായകൻ ഇനി ഉണ്ടാവുക സാധ്യമല്ല. കാരണം ആ ഗായകത്വം ചരിത്രം കൊടുത്തൊരു അധിക മൂല്യമാണ്. ആ ചരിത്രഘട്ടം പിൻവാങ്ങിയിരിക്കുന്നു. യേശുദാസിന് തന്നെ ഇനി അത് തുടരാൻ പറ്റില്ല. മറ്റേത് മഹാഗായകൻ വന്നാലും അതേ പദവിയിലേക്ക് കടക്കാനും പറ്റില്ല. അതുകൊണ്ട് വാസ്തവത്തിൽ യേശുദാസിനുള്ളിലെ വൈരുദ്ധ്യങ്ങൾ എന്ന് പറയുന്നത് നവോത്ഥാന ആധുനികതയ്ക്കകത്തുള്ള ആന്തരിക വൈരുദ്ധ്യങ്ങളെ കൂടി ഉൾക്കൊള്ളുന്നുണ്ട്. ആ ഗാന പാരമ്പര്യത്തോടുള്ള നമ്മുടെ ഇപ്പോൾ കേൾക്കുന്ന പലതരം വിമർശനങ്ങൾ വാസ്തവത്തിൽ കേരളീയ ആധുനികതയുടെയും നവോത്ഥാനത്തിൻ്റെയും ഉള്ളടക്കത്തോട് വികസിച്ചു വന്ന വിമർശനങ്ങൾ കൂടിയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. അതുകൊണ്ട് യേശുദാസിൻ്റെ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ആകത്തുക ഇതാണ്. യേശുദാസിൻ്റെ ശബ്ദവും അദ്ദേഹത്തിൻ്റെ സംഗീത സംസ്കാരവും ഇപ്പോൾ യേശുദാസിൻ്റെ കർണാടക സംഗീതത്തിന് ആലാപനത്തിന് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ലളിതഗാനങ്ങൾക്കുള്ള സ്വീകാര്യത കിട്ടാത്തതിൻ്റെ ഒരു കാരണം ഇതുതന്നെയാണ്. കാരണം കർണാടക സംഗീതത്തിൻ്റെ അടിസ്ഥാന പ്രകൃതത്തിൽ ഓരോ ഗായകനും ഓരോ ഗായികയും അനന്യമായ ഒരു അനുഭവ സ്ഥാനത്ത് നിലയുറപ്പിച്ച് നിന്ന് പാടുകയാണ് ചെയ്യുന്നത്. ഓരോ പാട്ടുകാരിലും അവരുടേതായ ചില ഗീതികളെ നമ്മൾ കാണുന്നു. യേശുദാസിൻ്റെ ശബ്ദത്തിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സാമാന്യതയാണ് ഉള്ളത് എന്നതുകൊണ്ട് തന്നെ ഈ ഗാനം ആവശ്യപ്പെടുന്ന ഇതിൻ്റെ സവിശേഷമായ ഒരു എന്താ പറയുക അനന്യതയെ പ്രകാശിപ്പിക്കാൻ ആ ശബ്ദസ്വരൂപത്തിന് അതേ അളവിൽ കഴിയാതെ പോകുന്നത് കൊണ്ടുകൂടിയാണ് വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ ലളിതഗാനങ്ങൾക്ക് കിട്ടിയ സ്വീകാര്യത അദ്ദേഹത്തിൻ്റെ കർണാടക സംഗീത ആലാപനത്തിന് കിട്ടാതെ പോകുന്നത് എന്നും വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാൻ പറ്റും. ഞാനിത് ചില ഒബ്സർവേഷൻസ് എന്നുള്ള നിലയ്ക്ക് പറയുന്നു എന്നേ ഉള്ളൂ. അന്തിമമായ തീർപ്പൊന്നുമല്ല, ഇതെല്ലാം ഡിബേറ്റബിളാണ്. എങ്കിലും അങ്ങനെ ഒരു സാധ്യത കൂടിയുണ്ട്. കാരണം അല്ലാതെ ഇത് പാടാനുള്ള ശേഷിയുടെ മാത്രം പ്രശ്നമല്ല, ലളിതഗാനത്തിൽ ഫലിക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ ലളിത സംഗീതത്തെക്കുറിച്ച് ONV പറയുന്നൊരു കാര്യമുണ്ട്, വിശദമായി പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ശാസ്ത്രീയ സംഗീതത്തിന് താഴെയും നാടോടി ഗാനത്തിന് മുകളിലുമുള്ള
ഒരു സ്ഥാനത്താണ് ഇത് നിൽക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ശാസ്ത്രീയ സംഗീതത്തിൻ്റെ സങ്കേതബദ്ധത, അതിൻ്റെ സ്വരസംസ്കാരത്തിൻ്റെ പ്രത്യേകത, നാടോടി ഗാനത്തിൻ്റെ റോനസ്, ഇതിനെ രണ്ടിനെയും ഉദ്ഗ്രഥിക്കാൻ പോകുന്ന ഒരു സ്ഥാനത്താണ് ഈ ലളിതഗാനത്തെ നമ്മൾ കാണേണ്ടത്. ഈ ഒരു തരത്തിലുള്ള, അതായത് അവിടെയും ഇവിടെയും അല്ലാതിരിക്കുകയും എന്നാൽ രണ്ടറ്റങ്ങളിലേക്കും സഞ്ചരിക്കുകയും ചെയ്യുക. അപ്പോൾ യേശുദാസിൻ്റെ വോയിസ് കൾച്ചറിനെ കുറിച്ച് ഒരിക്കൽ ഞാൻ വായിച്ച ഒരു ലേഖനത്തിൽ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, വേണമെങ്കിൽ ബാസിലേക്ക് പോകാനും മറുഭാഗത്ത് സൊപ്രാനോയിലേക്ക് വരെ ചെല്ലാനും കഴിയുന്ന ഒരു വിടർച്ചയുണ്ട്. ഇപ്പോൾ ബാസിൽ കമൂറയുടെ ഒരു ശബ്ദത്തിന് ബാസിൽ നിന്ന് സൊപ്രാനോ വരെ സഞ്ചരിച്ചെത്താൻ പറ്റില്ല. അല്ലെങ്കിൽ കെ എസ് ചിത്രയുടെ ശബ്ദത്തിന് സൊപ്രാനോയിൽ നിന്ന് താന്ന് വന്ന് ബാസിലേക്ക് എത്താനും പ്രയാസമാണ്. യേശുദാസിൻ്റെ ഏതാണ്ട് ഒരു മിഡിൽ സ്പേസിലായതുകൊണ്ട് പരിശീലനം കൊണ്ട് അദ്ദേഹത്തിൻ്റെ സാധകത്തിലൂടെ അദ്ദേഹത്തിന് ഈ ബാസിനെയും മറുഭാഗത്ത് സൊപ്രാനോ പോലുള്ള ഒരു സ്ഥാനത്തേക്കും വരെ തൻ്റെ ശബ്ദത്തെ കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നു. ആ കഴിവ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് എല്ലാം പാടുന്ന ഒരു പാട്ടുകാരനായിട്ട് അദ്ദേഹത്തിന് മാറാൻ പറ്റിയത്. പക്ഷേ എല്ലാം പാടുന്ന ഒരു പാട്ടുകാരൻ ഉണ്ടായാൽ മാത്രം പോരാ, അയാൾ പാടുന്നത് എല്ലാവരും കേൾക്കുകയും കൂടി ചെയ്താൽ മാത്രമാണ് ആ പാട്ടിന് ചരിത്രത്തിൽ വലിപ്പം കിട്ടുക. അങ്ങനെ കിട്ടിയ ഒരു വലിപ്പം അതിൻ്റെ മികവുകളോടെ ഒരു അരനൂറ്റാണ്ട് കാലം കേരളത്തിൽ നിലനിന്നു. പക്ഷേ കഴിഞ്ഞൊരു കാൽനൂറ്റാണ്ട് കൊണ്ട് അത് പിൻവാങ്ങി പോവുകയും ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ പറയാൻ ശ്രമിച്ച ഒരു കാര്യം. അതുകൊണ്ട് യേശുദാസിൻ്റെ ഗാനത്തിലെ വൈരുദ്ധ്യങ്ങൾ എന്ന് പറയുന്നത് വിശാലമായൊരർത്ഥത്തിൽ നോക്കിയാൽ കേരളീയ ആധുനികതയുടെ നവോത്ഥാനാനന്തരം വികസിച്ചു വന്ന നമ്മുടെ താരതമ്യേന സ്തബ്ധമായി പോയ നമ്മുടെ ആധുനികതയുടെ, നവോത്ഥാനം വരെ ഉണ്ടായിരുന്ന ചലനാത്മകതയും തുറസ്സും നവീകരണ ശേഷിയും ഏതാണ്ട് നവോത്ഥാനത്തിന് ശേഷമുള്ള കാലത്ത് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ സ്തംഭിക്കുകയാണ് ചെയ്തത്. ആ സ്തബ്ധസ്ഥാനത്ത് കൂടിയാണ് യേശുദാസിൻ്റെ സംഗീതം ശാശ്വതമായിട്ട് നിന്നത്. ഇനി അതങ്ങനെ തുടരാൻ സാധ്യതയില്ല. രണ്ടുപേരും കവിത വായിച്ചിട്ട് അവസാനിപ്പിക്കാം. പി രാമേന്ദ്രൻ്റെ വിട എന്ന കവിതയിൽ രാമേന്ദ്രൻ യേശുദാസിനെ കുറിച്ച് എഴുതുന്നുണ്ട്. അതിങ്ങനെയാണ്: യേശുദാസ് മലയാളത്തിൻ്റെ സൗമ്യ കാമുക ശബ്ദമേ, വാഗർദ്ധങ്ങൾ ഇണക്കി നെയ്ത പാട്ടിൻ കസവു ഞൊറികളെ, വിട കൈവീശി നിൽക്കും ഓർമ്മകളെ, അകന്നകന്നു പോകും തോറും ചെറുതായിത്തീരും വലിപ്പങ്ങളെ, പൂരം കഴിഞ്ഞു മടങ്ങും പൂരങ്ങളെ. അങ്ങനെ കാലം ഒരു വലിയ പ്രകാരത്തെ ഉണ്ടാക്കിയിരിക്കുന്നു. കാലം അതിനെ ഒരുപക്ഷെ ചെറുതാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അകന്നകന്നു പോകും തോറും ചെറുതായിത്തീരും വലിപ്പങ്ങളെ, പൂരം കഴിഞ്ഞ് മടങ്ങുന്ന പൂരങ്ങളെ എന്ന്